Daradane, Uradane, Ribanade, Duradane, Keribanade, Orabadiyadane, Rikanadare, Tiradana, Durebe, Kora, Divanele, Vaidana, Ribanade, Kediye, Shabgana, Diyadare, Mana, Duradane, Rikavadara, Deke, Duradane, Ribeliadane, Vaidana, Rigana, Doribeli, Aturebe, Duraja, Ribanadane, Yeshu Magonadane, Magonadane, Megakana, Malprena, Vaidavara, Puradivara, Vaide, Dikana, Dia, Rigana, Ria, Degale, Shatana, Rivara, Vaidavara, Puradivara, Vaidavara, Puradivara, Vaide, Puradara, Puradivara, Vaidavara, Puradivara, Vaida, Adage, Rigade, Ria, Rigada, Shabdara, Rivara, Vaidavara, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ യുഗകാലം വരെയും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് ചേർന്നൊന്ന് പാടാം. ഒരു പിരിയാത്ത ബന്ധം എന്ന് നിലനിൽക്കുന്ന നിത്യമായ ബന്ധത്തിനകത്ത് എനിക്കൊന്ന് കയറുവാൻ ഇടയാക്കിയ ദൈവത്തെ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ ബന്ധമാണിതു യുഗകാലം വരെയും. ഓ പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവൂതായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവൂതായി മകനെ കുരിശിൽ കൈവെടിഞ്ഞോ. ഏവർക്കും ദൈവത്തിൽ സന്തോഷത്തോടെ താണിരിക്കാം.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 2 രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെ പ്രകാശനം, വികാസനം, വെളിപ്പാട് നൽകി നമ്മെ സഹായിച്ചു. അഭിഷിക്തന്മാർ ഇരുവരെയും ആത്മാവ് ശക്തിയോടെ കരങ്ങളിൽ ഉപയോഗിച്ചതിനാൽ കരമൊന്നുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പൗരുഷനിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോയിച്ചാൽ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. കഴിവല്ല കുബയാതെ ബലമല്ല നിൻ കൃപയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. കർത്താവേ സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കാൽവരി കൂടെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിൽ ഇന്ന് പൽക്കാരെ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവേ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരം മറക്കരുത്. കർത്താവേ, 2025 കർത്താവേ അവസാന മാസത്തിലെ കർത്താവേ അല്ലേല ഡിസംബർ മാസത്തിന് 30-ാമത്തെ രാത്രികാലം കടന്നു വന്നിരിക്കുന്ന ആണ്ടിൻ്റെ ആരംഭം മുതൽ കർത്താവേ 12-ാമത്തെ മാസത്തിന് അവസാന നിമിഷം വരെ കാത്ത് ദൈവത്തിന് 1000 കോടി സ്തോത്രം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവേ രാത്രികാലം അപ്പാവേ ഹല്ലേലൂയ ആമേൻ കൺവെൻഷന്റെ 3-ാമത്തെ രാത്രികാലം കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ അല്പം കൊണ്ട് അധികം കൊണ്ട് അനുഗ്രഹിക്കുക. എൻ്റെ ദൈവം ശക്തനാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് നാമത്തിനായിട്ട് തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം പറയുന്നതായ കർത്തൃദാസനെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. മനുഷ്യബ്ദമല്ല, പിന്നെ ദൈവശബ്ദം കേൾപ്പാൻ തക്കണം. ഏതാത്മാവിൽ വചനം എഴുതിയോ അതേ ആത്മാവിൽ വചനം ഘോഷിപ്പാൻ തക്കണം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ എന്നെ മാരെ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥം വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് വാൽക്കാരം കർത്താവേ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ. ഈ പരിസരത്തെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ബാധയും നിന്നെ കൂടെ അടുക്കെന്ന് പറഞ്ഞ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവേ. സകല നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവേ. ഇന്ന് കടന്നു വന്ന ജനത്തിനായ സ്തോത്രം. ഏത് കർത്താവേ ഏത് ആവശ്യത്തിന് ഭാരമില്ല ഇന്ന് രാത്രികാലം ഒരു ഭാരപ്പെട്ട് കടന്നു വന്നേ. ഇന്ന് രാത്രികാലം എൻ്റെ യേശു ജയമെടുക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ ആമേൻ കർത്താവേ. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങൾ വിട്ടുവരിക സ്വർഗത്തിന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് പറയും കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുക, എൻ്റെ ചെവി ശ്രദ്ധയുടെ വചനമായി കർത്താവേ. ഇന്ന് രാത്രികാൽ പാടിയ മക്കൾക്കായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ ദേശത്തിന് വലിയൊരു ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. ഈ രാജ്യദേശത്തെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാ ശക്തിയാൽ ദൈവത്തിന്റെ ഭാലേ വരവിന്റെ താവേ അങ്ങനെ വരവിൽ ലോകം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ താവേ ഹല്ലേലൂയ ദേശമുണരുവാ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയിൽ നിൽക്കുക താവേ. നിങ്ങളുടെ മക്കളെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി ഞങ്ങളെ ഒരുക്കണം കർത്താവേ. ഞങ്ങളെ അവിടെ രക്തത്താൽ കഴുകണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു രാത്രികാലം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല നിയന്ത്രണം കൃപയ്ക്കായി ഇതിന് നേതൃത്വം ചെയ്യുന്ന മക്കൾക്കായി സ്തോത്രം. എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താവേ. പ്രാർത്ഥന ഘട്ടനായ ഉത്തരമേശനായ സ്തോത്രം. സകല മകത്വവും അർക്കപ്പെട്ട കുഞ്ഞാടി തരുന്ന വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഞാൻ പൗരുഷന്റെ പ്രധാന പ്രാർത്ഥനാ വീരന്മാരിൽ ഒരാളാണ്. പ്രീശലോ പ്രാർത്ഥനയാണ് ഇത് ആമേ പ്രവൃത്തിയെയും പ്രാവർത്തികമാക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ.
കഴിഞ്ഞ 2 രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദ്യമായി കൃത്യമായി സംസാരിച്ചു. പ്രൈസലോ. ഇന്ന് രാത്രിയിലും ആത്മാവ് നമുക്ക് വേണ്ട സന്ദേശം, ദേശത്തിന് വേണ്ട സന്ദേശം നൽകും. പ്രൈസലോ. ഞാൻ സഹോദരൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എപ്പോഴും വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നയാളാണ്. പ്രൈസലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ ധാരാളം കാണുന്നത്. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് എന്ന ഒറ്റ വ്യക്തിയോട് കർത്താവ് സമ്മതിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ശമര്യാ സ്ത്രീ എന്ന ഒറ്റ വ്യക്തിയോട് കർത്താവ് ഇടപെടുകയാണ്. 5-ാം അധ്യായത്തിൽ ആ കുളക്കരയിൽ കിടന്ന ഒറ്റ മനുഷ്യന് വേണ്ടി ദൈവം ഇടപെടുകയാണ്. 8-ാം അധ്യായത്തിൽ ആ വ്യഭിചാരത്തിൽ പിടിച്ച ആ സ്ത്രീക്ക് വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. 9-ാം അധ്യായത്തിൽ ആ പിറവിയിലെ കുരുടനായ മനുഷ്യന് വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ലാസർ എന്ന ഒറ്റ മനുഷ്യന് വേണ്ടി ദൈവം നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂടുതൽ ആവർത്തിച്ച് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലിയ ആൾക്കൂട്ടമൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഒറ്റയാളാണെങ്കിലും ആ ആളിനോട് യേശുവിനെന്ന് രാത്രിയിൽ സമ്മതിക്കാനുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. ആമേൻ. സർവ്വലോകത്തെക്കാളും വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ആത്മാവ്. ആമേൻ. അംബാനിക്കോ അദാനിക്കോ ബിൽഗേറ്റ്സിനോ ഒക്കെ കോടികളുണ്ട്. പക്ഷേ ഒരാളുടെയും ആത്മാവിന് തുല്യമായി അവരുടെ കയ്യിൽ പണമില്ല. എന്നാൽ ആത്മാവിനെ രക്ഷിപ്പാൻ കഴിവുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ആ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. മനോഹരമായ ഗാനങ്ങൾ അമ്മയും കർത്താവിൻ്റെ ദാസൻ റോബിൻസൺ പാസ്റ്ററും സ്തോത്രം സാബു ചാരുമൂടും ഒക്കെ നമുക്ക് നൽകി നാം അത് കേട്ട് ആസ്വദിച്ച് ആരാധിച്ച് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ. കർത്താവിൻ്റെ ദാസൻ പ്രിയ പീറ്റർ പാസ്റ്റർ ഞങ്ങൾ സ്നേഹിതരാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ വ്യക്തിപരമായി ക്ഷണിച്ചില്ലെങ്കിലും ആമേ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസൻ വന്നിട്ടുണ്ട്. വിശേഷാലുള്ള സ്വാഗതം. പ്രത്യേകിച്ച് ആമേ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ IPC സമൂഹത്തോടുള്ള ബന്ധത്തിൽ PYPAയുടെ ചുമതലയും മറ്റുമൊക്കെ നിർവഹിച്ച് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ സന്ദർശിച്ച് ദൈവവചനം പ്രഘോഷിക്കുന്ന കർത്തൃദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും വിശേഷിച്ച് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വൻവഴിയിലും ഞങ്ങൾ കർത്തൃദാസനെ ഒരിക്കൽ ക്ഷണിക്കാൻ ഇടയായി. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യൗവനക്കാരായ ഒരുപാട് ആളുകളെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് തൻ്റെ ദാസനെ ഐശ്വര്യമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. വചനം വെളിപ്പെടുമ്പോൾ ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം, ആത്മാവ് നടത്തുന്നത് പോലെ. ഏറ്റവും മനോഹരമായ ഈ രാത്രിയിൽ സനാതനമായ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പ് നിൽക്കാൻ എനിക്ക് ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യ നിമിഷങ്ങളായി കണക്കാക്കുകയും ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ ഉച്ചഭാഷയുടെ ശ്രവണപരിധിക്കുള്ളിൽ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കൃത്യമായ സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അകത്തുള്ള സുവിശേഷത്തിൻ്റെ ആ വലിയ ആവേശം കഴിഞ്ഞ നാളുകളിൽ പല തലങ്ങളിൽ മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും ലഭിച്ച അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. അപ്പം വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസൻ പ്രിയ റോബിൻ, പ്രത്യേകം ഞങ്ങളേറെ ആത്മബന്ധമുള്ള എൻ്റെ കൂട്ടുസഹോദരനാണ് പ്രിയ സാബു ചാരുമൂട്. വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് എൻ്റെ ശുശ്രൂഷയുടെ തുടക്കകാലങ്ങൾ, അത് ഒരുപാട് പിറകിലൊന്നുമല്ല, ഒരു 6-7 വർഷങ്ങൾക്കപ്പുറം ഞങ്ങൾക്ക് കേരളത്തിലെമ്പാടും യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹാളിൽ കിടന്ന് ഒരുപോലെ യാത്ര ചെയ്ത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് അങ്ങനെ ഒന്നല്ല പലവുര. അപ്പം അങ്ങനെ ഏറെ കടപ്പാടുള്ള ആത്മബന്ധമുള്ള എൻ്റെ കൂട്ടുസഹോദരനാണ് കർത്താവിൻ്റെ ദാസൻ സാബു. ഇങ്ങനെ ഒരുമിച്ച് പലപ്പോഴും ഇങ്ങനെയൊക്കെ വേദികൾ ലഭിക്കുന്നത് വളരെ സന്തോഷമാണ്. ലഭിച്ച നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. ഇങ്ങനൊരു സുവിശേഷ യോഗം ഇവിടെ സംഘടിപ്പിച്ചതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ വില സർവ്വലോകത്തിൻ്റെയും വിലയേക്കാളും വിലമതിക്കാനാകാത്തത് കൊണ്ട് പച്ചയായ സുവിശേഷം ദേശത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരോ അഭിഷേകം പ്രാപിച്ചവരോ ഒക്കെ ആകാം.
നിങ്ങൾക്ക് റെലവൻ്റ് അല്ല എന്ന് തോന്നുന്നെങ്കിൽ പോലും ദേശത്തോട് കൈമാറുമ്പോൾ നിങ്ങളും പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുക. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. ഏറെ പ്രസക്തമായൊരു സന്ദേശമാണ് നിങ്ങളുമായി കൈമാറാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായം 10-ാം വാക്യം. ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നമുക്ക് കണ്ണുകളുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നാമം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഈ മുമ്പിലിരിക്കുന്നവരൊക്കെ സ്തോത്രം പറയുന്നവരാണ്, സ്തുതിക്കുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ്, കരമടിക്കുന്നവരാണ്, കരമുയർത്തുന്നവരാണ്. നമ്മൾ ആത്മനാഥനെ ആരാധിക്കാൻ ഒരു മടിയും വേണ്ട. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചപ്പാ ഇന്ന് രാത്രിയിൽ ദേശത്തോട് കൈമാറാനുള്ളത് പരിശുദ്ധാത്മാവും മറയില്ലാതെ സംസാരിക്കണേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, വളരെ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അതിലുപരി പ്രാർത്ഥിക്കുന്നു, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. മത്തായി സുവിശേഷം 23-ാം അധ്യായം 10-ാം വാക്യം ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തു എന്ന നായകനെക്കുറിച്ചാണ് ഈ രാത്രിയിൽ ഞാൻ ദൈവവചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജനനായകരെ തിരഞ്ഞെടുത്ത് അവർ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരമേറ്റിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഈ പരസ്യവേദിയിൽ നിന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ആവേശമാണ്. ഉലകനായകൻ എന്ന അതിശയോക്തിയില്ലാതെ, ഏച്ചുകെട്ടില്ലാതെ കരുത്തോടെ പറയാൻ കഴിയുന്ന കിടയറ്റ തികവൊത്ത കരുത്തുറ്റ വ്യക്തിപ്രഭാവമാണ് നസറേനായ യേശു ക്രിസ്തു. മനുഷ്യകുലത്തെ, മനുഷ്യഹൃദയത്തെ ഇതുപോലെ സ്വാധീനിച്ച മറ്റൊരു നേതാവില്ല. നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഋഷിവര്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യവൃന്ദം കടന്നു വന്നിട്ട് പറഞ്ഞു, ഗുരു, ഒരു ചോദ്യം. അദ്ദേഹം, നിങ്ങൾ ഒരുപാട് പഠിക്കുന്നയാളാണ്, ധ്യാനിക്കുന്നയാളാണ്, പക്ഷെ ഉലക ചരിത്രത്തിൽ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അദ്ദേഹം പറഞ്ഞു, പലരെയും എനിക്ക് കാണിക്കാനില്ല, പക്ഷെ ഒരാളെ ഞാൻ കാണിക്കാം, അത് നസറേനായ യേശുവാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നൊരു വാചകം അതുപോലെ ഞാൻ വെള്ളം ചേർക്കാതെ പറയാം. അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് നായകരുണ്ട്, പക്ഷേ എൻ്റെ ജീവിതം ആകമാനം മാറ്റിമറിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, യേശുദേവൻ എന്ന പുസ്തകത്തിൻ്റെ പേര്, ഒരു സെക്കുലർ പുസ്തകമാണ്. അത് എഴുതിയത് KP കേശവമേനോൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിത്വമായിട്ട് ബന്ധമില്ല. യേശുവിനെക്കുറിച്ച് ദൂരെ നിന്ന് കണ്ട് കേട്ട് അറിഞ്ഞ് പഠിച്ച് എഴുതിയ മനുഷ്യനാണ്. അദ്ദേഹം ആ പുസ്തകം എഴുതിയ ശേഷം അവസാനം എഴുതിയതിനെക്കുറിച്ച് അനുഭവം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ പറയാം. ഞാൻ യേശുദേവനെക്കുറിച്ച് എഴുതി തുടങ്ങിയത് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സാധാരണക്കാരനല്ല. പല അധ്യായങ്ങൾ മറിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞു, സമാനതകളില്ല. അത് ഫിനിഷ് ചെയ്തപ്പോൾ, അത് പൂർത്തീകരിച്ചപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇതുവരെ ഇങ്ങനൊരാൾ ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. ഇന്ന് രാത്രിയിൽ ഈ റാന്നി പട്ടണത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, നിരവധി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട ഈ പട്ടണത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, നിരവധി മഹാരഥന്മാർ യാത്ര ചെയ്ത തെരുവീതികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന് പകരം വെക്കാൻ മറ്റൊരു നേതാവ് ഉലക ചരിത്രത്തിൽ പിറന്നിട്ടില്ല. അതിന് ആമേൻ പറയുന്നവർക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞ ക്രിസ്തു അന്നും ഇന്നും എന്നൊരു ട്രെൻഡാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്നത് ഒരു ഫുട്ബോൾ താരത്തെയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തെ ട്വിറ്ററിൽ തന്നെ എൻ്റെ ചിന്തയാണ്, എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 60 കോടി ജനങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഫേസ്ബുക്ക്, ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇൻസ്റ്റ, എല്ലാം കൂടെ ചേർത്ത് ഒരു 100 കോടി ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ചൊന്ന് പറയട്ടെ, ഇയാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. പക്ഷെ 2000 വർഷങ്ങൾക്കപ്പുറം ഇസ്രായേലിൻ്റെ പച്ചമണ്ണിൽ ജനിച്ച യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന 243 കോടി ജനങ്ങൾ ഇന്ന് ഭൂമുഖത്തുണ്ട്. അത് കേൾക്കുമ്പോൾ നല്ലൊരു സ്വതന്ത്രം പറഞ്ഞൂടെ? ലോകത്തിൽ ആദ്യം പുസ്തകം ഇറങ്ങിയത് ബൈബിളാണ്. ലോകത്തിൽ എന്തിന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് സംക്ഷേപ വേദാർത്ഥമെന്ന യേശുവിനെ കുറിച്ച് എഴുതിയതാണ്. ലോകത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ പുറത്തിറങ്ങിയത് യേശുവിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്.
ഒരു വരി പാട്ട് പോലും യേശു എഴുതിയിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പുറത്തിറങ്ങിയത് യേശുവിനെ കുറിച്ചാണ്. ഏറ്റവും അധികം ആളുകൾ പാടുന്നത് യേശുവിനെ കുറിച്ചാണ്. ഏറ്റവും അധികം ആളുകൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി അകത്ത് കടന്നു വരുന്നവർ ആൾ ചുരുക്കമായിരിക്കാം, പക്ഷെ ആവേശത്തോടെ ആ കരമടിച്ച് യേശുവിന് തുല്യം വെക്കാൻ മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് ആരാധിക്കാൻ. നിങ്ങൾക്ക് ആവേശമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആവേശമാണ്. കാര്യം ഒരു കാലത്ത് തെരുവീതിയിലൂടെ ഇൻക്ലാബ് സിന്ദാബ വിളിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ തോറ്റ നേതാക്കന്മാർക്ക് വേണ്ടി സിന്ദാബ വിളിച്ച എന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് ജീവനുള്ള എൻ്റെ നേതാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആവേശമില്ലാതിരിക്കുമോ? യേശുവിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല. ഇനി ക്രിസ്തു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത്? 10 കാരണങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോകുകയാണ്. 2 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് പറയാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അതിൽ 12-ന്റെ 2-ാം വാക്യം യേശു ക്രിസ്തു എന്ന ഉലകനായകനെ നോക്കിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് എഴുതി വെച്ചു, അവൻ ആരെന്നറിയാമോ? അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. എബ്രായ ലേഖനം 2-ന്റെ 10-ാം വാക്യം അതേ എബ്രായ ലേഖനകർത്താവ് യേശുവിനെ നോക്കിക്കൊണ്ട് എഴുതി വെച്ചു, അവൻ രക്ഷാനായകനാണ്. ഒന്നുകൂടെ അഭിമാനത്തോടെ ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാം, യേശു ആരാണ്? യേശു വിശ്വാസത്തിന്റെ നായകനാണ്. യേശു രക്ഷാനായകനാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്നെന്ന് പറഞ്ഞ്, യേശു വിശ്വാസത്തിന്റെ നായകനാണ്, യേശു രക്ഷാനായകനാണ്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഞാൻ പറയാം. യേശു എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അനേകം നേതാക്കന്മാരുണ്ട്. കാര്യത്തിന് വേണ്ടി കൂടെ കൂട്ടിയിട്ട് കാര്യം കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്ത് ദൂരക്കളയും. ഇനി എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നായകന്മാരാണെങ്കിലും അവസാനം കല്ലറ വരുമ്പം ബൈ ബൈ പറയും. എന്നാൽ ചതിക്കാത്ത, വഞ്ചിക്കാത്ത, കൂടെ കൂട്ടിയാൽ കല്ലറയിൽ പോലും കൈവിടാതെ കല്ലറയ്ക്കപ്പുറത്തും നിത്യതയോളം കരം പിടിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് നസറേനായ യേശുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സന്തോഷം അതല്ലേ? നമുക്കിങ്ങനൊരു നേതാവിനെ കിട്ടിയല്ലോ. അപ്പാ എന്ന് വിളിക്കാനൊരു ദൈവം, അതൊരു സന്തോഷമല്ലേ? ഞാൻ ഒരു സഹോദരൻ, ഒരു യുവ സഹോദരൻ, അവൻ്റെ ഇവിടെ വലിയ ടെൻഷനിലൂടെ കടന്നു പോവാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ പ്രതിസന്ധിയൊക്കെ പറഞ്ഞു. ഞാനിവനെ ഒന്ന് സ്വാന്തനിപ്പിക്കാൻ വേണ്ടി പോവാണ്, ഇത് അറിഞ്ഞിട്ട് പോവാണ്. അവനോട് ഞാൻ സംസാരിച്ചു, പക്ഷെ അധികമൊന്നും സംസാരിച്ചില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ കാറിനകത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പ്രിപ്പയർ ചെയ്യും. ഇവനോട് ഞാൻ എന്നാ പറയും, എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അകത്തവൻ ഇരിക്കുമ്പോൾ സിറ്റൗട്ട് വഴി അകത്തോട്ട് കയറി ചെല്ലുകയാണ്. നോക്കുമ്പോൾ ചിരിച്ചോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛാ കയറച്ചാ എന്നും പറഞ്ഞ് അകത്തോട്ട് കയറ്റി കസരയിലിരുത്തി. ഇപ്പം മിനിറ്റുകൾ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഇവൻ വാതോരാതെ സംസാരിക്കുകയാണ്, ചിരിച്ചോട് സംസാരിക്കുക. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവന് ടെൻഷനൊന്നുമില്ലേ? അപ്പോൾ അല്പസമയം, അപ്പം ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല. പക്ഷെ മിനിറ്റുകൾ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങണോ? ഞാൻ ചോദിച്ചു, നിനക്ക് ടെൻഷനൊന്നും ഇല്ലേ? അവൻ പറഞ്ഞു, എന്നാ ടെൻഷനാച്ചാ, അപ്പാ എന്ന് വിളിക്കാനൊരു ദൈവവും, പ്രശ്നം വരുമ്പോൾ ഇറങ്ങി വരാനൊരു പ്രിയനും, കരം പിടിച്ച് നടത്താൻ ഒരു നല്ല നാഥനും ഉണ്ടെങ്കിൽ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗ്യമേ നമ്മുടെ ദൈവത്തെ അപ്പാന്ന് അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെക്കുലർ പ്രഭാഷകൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ, ക്രിസ്ത്യാനിയല്ല പെന്തക്കോസ്തുകാരനുമല്ല, അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു. കാര്യം എന്താ? അദ്ദേഹം പറയാണ്, ലോകത്തിൽ 4000 തൊട്ട് 10,000 വരെ മതങ്ങളുണ്ടെന്ന്. എല്ലാ മതങ്ങളിലും ദേവസങ്കല്പമുണ്ട്, ദേവീ സങ്കല്പമുണ്ട്. പക്ഷേ ഒറ്റ മാർഗത്തിന് മാത്രമേ അവൻ്റെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യമുള്ളത് ക്രിസ്ത്യാനിക്കാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, സവപാർഷോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ദൈവദാസനോട് ചോദിക്കുകയാണ്, ഈ പ്രസംഗിക്കുന്ന പുള്ളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ചിലപ്പോൾ പിന്നെ യുവജന സംഘടനയുടെ പൊസിഷനോ എൻ്റെ സഭ ഏതാണെന്ന് വെച്ചാൽ ആ ചർച്ചിൻ്റെ പാസ്റ്റോ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിവിടെ വന്നുകൊണ്ട് മോൻ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുകയാണ്. അവൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ്, ആ പ്രസംഗിക്കുന്ന പുള്ളി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുമോ PIBയുടെ പ്രസിഡൻ്റാണ്, അത് പറയും ഇന്ന സഭയുടെ പാസ്റ്ററാണ്, അത് പറയും എൻ്റെ അപ്പനാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ്, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടത്തെ വെളിച്ചത്തെ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയും. ഇതൊന്നും പറയാൻ ഞാൻ മെനക്കെടില്ല, ഇതൊന്നും തെറ്റൊന്നുമല്ല, ഇതൊക്കെ തിയോളജിക്കലി സത്യമാണ്. പക്ഷെ എന്നോട് ചോദിക്കുക, നിന്റെ ദൈവം ആരാടാ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്ക് പറയും, എൻ്റെ ദൈവം എൻ്റെ അപ്പനാ. ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയാണ്, ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുമോ നാഥാ, അങ്ങ് പോവല്ലേ? ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു, ചങ്ക് പറിച്ച് കൂടെ നിന്നതാ, പോവാ. അപ്പം കർത്താവ് പറഞ്ഞു, അതിനൊന്നും ഒരു ടെൻഷനും വേണ്ട, ഞാൻ പോയാലും ഒരു ഭാരവും വേണ്ട. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുട്ടുമേ നിന്നിട്ട് എൻ്റെ അപ്പ എന്നൊരു വിളി വിളിച്ചാൽ ഇറങ്ങി വരാമെന്നല്ല, ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊരു വിദേശ രാജ്യത്ത് പോയി.
അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വെള്ളി രാവിലെ വൈകിട്ട്, ശനി രാവിലെ വൈകിട്ട്, ഞായറാഴ്ച, അപ്പം ഇത്രയും 5 സെക്ഷൻ പ്രസംഗിക്കണം. പക്ഷേ ഏറ്റവും മുമ്പിൽ ഒരു സഹോദരൻ വന്നിരിക്കും. ഇദ്ദേഹം ഉണ്ടല്ലോ ഡിസ്കോ കളിക്കുന്നതല്ല, നമ്മളിരിക്കുന്നവരൊന്നുമല്ല. പാട്ടൊക്കെ പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഡിസ്കോ കളിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് വേറൊരാളും പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. കൈ അട്ടിച്ചാണ് ബഹളം. പിന്നെ ഞങ്ങളുടെ സ്ഥാപിച്ചാനും റോബിനൊന്നും പോയി കീബോർഡ് വായിക്കാത്തതും പാടത്തെയും നല്ല കാര്യം. ഏത് ട്രാക്ക് അവർ വായിച്ചാലും അച്ഛൻ തെറ്റിച്ചിരിക്കും. കാര്യം പുള്ളിക്ക് താളത്തിലൊന്നും അടിക്കാൻ അറിയത്തില്ല, അടിച്ച്. പക്ഷേ ഇനി ആര് പറഞ്ഞാലും പുള്ളി കേൾക്കത്തുമില്ല. അപ്പം ഞാനും ചിന്തിച്ചു, ഇതൊരു മര്യാദയല്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം കേട്ടപ്പോഴത്തേനും ഒരു 50 പ്രാവശ്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ചിന്തിച്ചു പോയതിൽ പോലും ക്ഷമിക്കണേന്ന്. ഞായറാഴ്ച വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. ഭാര്യയും ഭർത്താവ് അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, എൻ്റെ പാർഷേ ലിവർ ക്യാൻസർ 4th സ്റ്റേജ് ആയിരുന്നു, ദൈവം എന്നെ വിടുവിച്ചാ. അപ്പോൾ സഹോദരി അപ്പുറത്ത് നിന്ന് സാക്ഷ്യം പറയാണ്, എൻ്റെ ചർച്ച് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ചർച്ചാണ്, സോളിഡ് ചർച്ചാണ്, 150 വിശ്വാസികളുണ്ട്. ചർച്ചിലെ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടന്നത് എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് അനിലെന്നാ. പെട്ടെന്ന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നു, സ്റ്റേജുകൾ പലത് പിന്നിടുന്നു, ഡോക്ടർമാർ പറയുന്നു രക്ഷയില്ല. അയ്യോ, ചർച്ച് ഞെട്ടിത്തിരിച്ചു പോയി. പക്ഷെ നല്ലൊരു ചർച്ച ആയതുകൊണ്ട് ഇദ്ദേഹം കിടക്കയിൽ കിടക്കുമ്പോൾ ഈ 150 പേര് ആ വീട്ടിനകത്ത് കടന്നു വരുന്നു, മുട്ടുമേൽ ഇരുന്നിട്ട് കരം കോർത്ത് പിടിച്ച് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ സ്വോത്രമല്ല, ഇപ്പം തീരുന്നൊരു കാര്യം പറയാം. ഈ ദിവസങ്ങൾ മുമ്പോട്ട് പോയി, ആഴ്ചകൾ മുമ്പോട്ട് പോയി, ഈ അനിൽ മരിക്കുന്നുമില്ല, രക്ഷപ്പെടുന്നില്ല. അപ്പം പ്രാർത്ഥിക്കാൻ 150 പേര് വന്നില്ല, അത് 100ആയി, 70ആയി, 20ആയി, അവസാനം ഒരെണ്ണയില്ല. സഹോദരി പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും മറക്കില്ല. എൻ്റെ ഭാഷ ഞങ്ങളുടെ കൂടെ എല്ലാ ആഴ്ചയും ചാപ്പാടടിക്കാൻ വരുന്ന 2 കുടുംബമുണ്ട്. ഞങ്ങളുടെ സ്വന്തം കുടുംബമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴായ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ അച്ചായന് ശാരീരികമായ പ്രയാസം സീരിയസ് ആകുമ്പോൾ ഞങ്ങൾ വിളിക്കും, മോളെ നീ ഒന്ന് വാ. പക്ഷെ പലവരെ ആയപ്പോഴത്തേന് അവരും വരാതായി. ഞങ്ങളുടെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തു. എൻ്റെ പാർഷൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കല്ലേ സഹോദരി, പോട്ടെ, എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നേ. അപ്പം എന്നോട് പറയാണ് സഹോദരി, പറയാം, പാഷക്കത് പറയാം, പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ പാഷേ? പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. ആ പിള്ളേർ അനാഥമാകത്ത് എനിക്ക് കാണാൻ വയ്യ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, പാർഷ എൻ്റെ കൂടെ ഇല്ല, വിശ്വാസികൾ എൻ്റെ കൂടെ ഇല്ല, പക്ഷെ എന്നെ വിളിച്ചൊരു ദൈവം, ആ ദൈവം ആരാന്നുള്ള ബോധ്യം അകത്ത് കയറിയപ്പോൾ എൻ്റെ നിരാശ മുഴുവൻ പോയി. 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞൊരു ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ എൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സഹോദരൻ പറയാണ്, എൻ്റെ സഹോദരിയുടെ കണ്ണീര് കൊണ്ട ഭാഷേ ജീവനോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. എനിക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കര ഉയർത്താതിരിക്കാൻ പറ്റുമോ? എനിക്ക് തുള്ളിച്ചാടാതിരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരത്ഭുതമെങ്കിലും ഈ അപ്പനിൽ നിന്നും അനുഭവിച്ചവർ ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അധരം തുറന്ന്, അപ്പാ, ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് സേവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, നമ്മുടെ അപ്പനാണ്. ഒരു ചോദ്യം ചോദിക്കുകയാണ്, ടെൻഷനില്ലാത്ത ആരിലുണ്ടെങ്കിൽ കര ഉയർത്തി ഒന്ന് കാണാൻ. ഒരാൾ പോലും ഇല്ല. കൈ ഉയർത്തിയേക്കുന്നതാണോ? അല്ല അല്ല അല്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാനും കര ഉയർത്തേണ്ട കാര്യം, അത്യാവശ്യം ടെൻഷനൊക്കെ എനിക്കുണ്ട്. പക്ഷെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്താ കൂളായിട്ട് വിട്ടിരിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് നമുക്കുള്ളൊരു വ്യത്യാസം, നമുക്കറിയാം ഒരുവൻ നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പം എനിക്കൊരു മോളുണ്ട്, 9 വയസ്സാണ് അവൾക്ക്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന MC റോഡിൻ്റെ സൈഡിലാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ നാടല്ലേ, ഒരു 5 മണി കഴിയുമ്പോഴത്തേന് കുടിച്ച് കുറയണം, മദ്യപിച്ച് കുറയണം പുറത്തുകൂടെ. പിന്നെ കഞ്ചാവ് അടിച്ച കുറേ പിള്ളേർ. പിന്നെ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് അല്ലേ, ഒരു വെളിവില്ലാത്തവന്മാരാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, റാന്നിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, കൊട്ടാരക്കരയുണ്ട്. ഗേറ്റ് അങ്ങോട്ട് തുറക്കുമ്പോൾ 10 പട്ടികളാണ്. അപ്പോൾ എൻ്റെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പേടിയാണ്. പട്ടിയെ പേടി, കണ്ണുരുട്ടുന്ന ചേട്ടനെ പേടി, കുടിച്ച് കിടക്കുന്നവന്മാരെ പേടി. ഞാൻ പറഞ്ഞ മോളെ പഞ്ചസാര മേടിച്ചോണ്ട് പാടി, പാല് മേടിച്ചോണ്ട് പോയി, അത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടെ പട്ടിക്കുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയോ? അർദ്ധരാത്രി 12 മണി ആയാലും ഞാൻ ഇറങ്ങി എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതൊരു വരവുണ്ടകത്തുനിന്ന് ഞാനും വരുന്നപ്പേ, എന്നിട്ട് വന്ന് എൻ്റെ കയ്യെ പിടിക്കും. അപ്പോൾ ഈ സ്ഥലത്തു കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ടെൻഷനും ഇല്ല, നെഞ്ചും പിരിച്ചോണ്ടാണ് വരുന്നത്. അപ്പം അവളോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങളെ, മോളെ ഇതേ സ്ഥലമല്ലേ നീ പേടിച്ചേ, ഇപ്പോഴെന്താ ഇത്ര ധൈര്യം? കൊച്ചു പറയുന്ന കാര്യം, എനിക്കറിയാം സ്ഥലം സുരക്ഷിതമല്ലെന്ന്, പക്ഷെ എൻ്റെ കയ്യെ പിടിച്ചത് നാട്ടുകാരനല്ല, എൻ്റെ അപ്പനാ. പൗലോസ് പറഞ്ഞില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു,
അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വേറെ ഒരു കാര്യം കൊണ്ടുമല്ല, നമ്മുടെ അപ്പൻ നമ്മുടെ കയ്യെ പിടിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ രോഗമില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത, കഷ്ടമില്ലാത്ത, കടഭാരമില്ലാത്ത ഒരു മാർഗത്തെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. സകല കഷ്ടതയും ഉണ്ടാകാം, പക്ഷെ സ്നേഹിത, നിന്റെ കയ്യെ പിടിച്ചാൽ ഒരു അരുമനാഥൻ ഉണ്ടെന്ന് പറയാനാ ഈ സുവിശേഷത്തിൻ്റെ കരുത്ത്. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കും. കര ഉയർത്താൻ നമുക്ക് പറ്റും, അല്ലേ? കര അട്ടിക്കാൻ നമുക്ക് പറ്റും, നാവ് തുറക്കാൻ നമുക്ക് പറ്റും. ഇന്ന് നമ്മൾ കര ഉയർത്തുമ്പോൾ പലരും വെന്റിലേറ്ററിലാണ്. കരം ചലിപ്പിക്കാൻ പറ്റുന്നില്ല, നാവ് ചലിപ്പിക്കാൻ പറ്റുന്നില്ല, ശബ്ദമെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആരും ഇവിടെ വീൽ ചെയറിൽ വന്നിട്ടില്ല. സന്തോഷത്തോടെ അകത്ത് കടന്നു വന്ന് കസേരയിൽ ഇരുന്ന് കരമടിച്ചും കരമുയർത്തിയും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അല്പസമയം ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. ഇനി എബ്രായ ലേഖനം 2:10, അവൻ രക്ഷാനായകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്തെ ആവേശമല്ല, എനിക്ക് വീട് കിട്ടിയതല്ല, കാറ് കിട്ടിയതല്ല, കാശ് കിട്ടിയതല്ല. സകല മതങ്ങളും പറയുകയാണ് മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം പാപം. പാപം ചെയ്യുന്ന ദേഹം മരിക്കും. അത് സാധാരണ ശിക്ഷയല്ല, മരണശിക്ഷ. ഇതിൽ നിന്ന് രക്ഷിക്കാൻ ലോകത്തിലെ ആർക്കും കഴിയാതിരുന്നപ്പോ മരണത്തിൽ തന്നെ പൊക്കിയെടുത്തിട്ട് നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കി നിത്യജീവൻ അകത്ത് തന്നതാണ് എനിക്ക് ആരാധനയ്ക്കുള്ള പ്രധാന കാരണം. കർത്താവിൻ്റെ ദാസന് ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളെല്ലാം കാണാറുണ്ട്. സ്ഥിരയോഗം നടത്തുന്നു, കാശ് ഇഷ്ടം പോലെ, അതുകൊണ്ട് നടത്തു വന്നു അല്ല. ഇത്രയും നല്ല സംവിധാനമൊക്കെ ഒരുക്കി ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്നത് രോഗസൗഖ്യത്തിനല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം രോഗസൗഖ്യം ഇല്ലെന്നല്ല, രോഗസൗഖ്യമൊക്കെ ഉണ്ട്. കടഭാരന്മാർ അതൊന്നുമല്ല ലക്ഷ്യം. ചോദിച്ചാൽ മതി. പിന്നെ അതൊക്കെ ആരെന്തെങ്കിലും ഞങ്ങൾ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കും, അത് വേറെ കാര്യം. പക്ഷേ രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി യോഗം നടത്തില്ല, കടഭാരം മാറ്റാൻ വേണ്ടി യോഗം നടത്തില്ല. പക്ഷേ യേശുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതാണ് പത്രോസ് പറയുന്നത്, എവിടെ പോവാനാ കർത്താവേ? ആഹാരം വേണ്ടവൻ പോയി, സ്ഥാനം കിട്ടേണ്ടവൻ പോയി, പക്ഷെ നിത്യജീവൻ മൊഴി അങ്ങയുടെ പക്കലേ ഉള്ളൂ. അത് 1000 പേരുടെ കയ്യിലില്ല, ഒരാളുടെ കയ്യിലേ ഉള്ളൂ. ക്രൂശിക്കിടക്കുന്ന കള്ളം പറഞ്ഞു, ദേ ഈ കിടക്കുന്ന ആരാന്നറിയാം, ഞാനിപ്പോൾ ഭരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് കിടക്കുന്നവൻ മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതം ഹാൻഡിൽ ചെയ്യാൻ കരുത്തുള്ളവൻ യേശു മാത്രമാണെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയാം, ഇന്ന് രാത്രി നീ മരിച്ചാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് സേഫ് ആക്കാനാ ഈ സുവിശേഷ യോഗം. അതുകൊണ്ടല്ലേ യേശുവിനെ കുറിച്ച് ഇപ്പം പലതും ഉണ്ട് രക്ഷിക്കാൻ, അതിൻ്റെ കൂടെ യേശു അല്ലല്ല, ഞങ്ങളങ്ങനെ പറയില്ല. ഞങ്ങൾക്കത് ബോധ്യമായി. പലയിടത്തും പോയി പരാജയപ്പെട്ടിട്ട് ഇവിടെ വന്ന് രക്ഷപ്പെട്ടവരാ ഞങ്ങൾ, അല്ലേ? അത് ഉള്ളവരൊന്ന് കരമൊന്ന് ഉയർത്തിയേ. രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കരുത്തുള്ളെന്ന് ബോധ്യമായവരാ ഞങ്ങൾ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, എന്തുകൊണ്ടാണ് യേശുവിനെ മാത്രം പ്രസംഗിക്കുന്നത് എന്നുള്ളൊരു കാരണം പറയുന്നത്. ഒരാളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റി ഒരു വലിയ ചെളിക്കുണ്ടി വീണു. അത് സാധാരണ ചെളിക്കുണ്ടല്ല, മരണക്കുഴിയാണ്. അവിടെ കിടന്നിട്ട് കയ്യും കാലും ഇട്ടടിക്കുകയാണ്. ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അലറിക്കരയുന്നുണ്ട്, എന്നെ രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞാനതുവഴി പോയി. എന്നെ ഈ പുള്ളിക്കറിയാം. അപ്പം എന്നെ കണ്ടപ്പോൾ എൻ്റെ പേര് വിളിച്ച് കരയാൻ തുടങ്ങി, ഷിബിനെ എന്നെ പൊന്നു മോനെ രക്ഷിക്കടാ. അപ്പം ഞാനിങ്ങനെ പഠിച്ചു വന്നൊരു ശൈലിയുണ്ട്, പെന്തക്കോ ശൈലി. ഞാൻ എൻ്റെ സഹോദരൻ സാവു ബ്രദറിനെ വിളിച്ചു, റോബിൻ ചാനെ കർത്താവിൻ്റെ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ചെയ്യുന്നതാണ്, ഇന്ന സ്ഥലത്തോട് ചാവാൻ പോവാണ്, അത്യാവശ്യം ഒരു 10-15,000 വാട്സ് സൗണ്ടും, പിന്നെ നിങ്ങളെല്ലാം കൂടി വരാൻ പറഞ്ഞു. എന്നാൽ നമുക്കിവിടെ നല്ലൊരു യോഗം നടത്തണം, കാരണം ഇവനെ രക്ഷിക്കണം. ഇവരങ്ങോട്ട് വന്നൊരു യോഗം അങ്ങ് നടത്തി. നിങ്ങളോട് ചോദിക്കട്ടെ, ഇവൻ രക്ഷപ്പെടുമോ? രക്ഷപ്പെടാതിരിക്കുന്ന ഭേദം. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം സാവുച്ചാനും പിടിച്ചു കൊടുക്കും, ആ പുള്ളിക്കും കൊടുക്കും, പ്രസംഗിക്ക് എനിക്കിട്ട് നല്ലോണം തരും. ചാവാൻ തുടങ്ങുന്നതിനിടയിൽ നിൻ്റെ പ്രസംഗം എനിക്ക് വേണോടാ? ചാവാൻ തുടങ്ങുന്നതിനിടയിൽ നിൻ്റെ പാട്ടത്തിന് എനിക്ക്, കാരണം അവൻ ആവശ്യം പാട്ടല്ല, പ്രസംഗമല്ല. ആ പുള്ളിയോട് ഞാൻ പറയാണ്, ഒരു കാര്യം ചെയ്യും, ഈ ചെരുപ്പിടാതെ മല കയറിപ്പോയാൽ നീ രക്ഷപ്പെടും. അവൻ പറയും, കാല് നിലത്തൊന്ന് ഉറപ്പിക്കട്ടെ, എന്നിട്ട് വേണ്ടേ നടക്കാൻ. പുള്ളിയോട് പറയാണ്, മെഴുകുതിരി കത്തിച്ചാൽ രക്ഷപ്പെടും, യാഗം നടത്തിയാൽ രക്ഷപ്പെടും, യോഗം നടത്തിയാൽ രക്ഷപ്പെടും, ഹോമം നടത്തിയാൽ രക്ഷപ്പെടും, പെരുന്നാൾ നടത്തിയാൽ രക്ഷപ്പെടും. അവനാവശ്യം യാഗ, യോഗ, ഹോമ, പെരുന്നാളോ മെഴുകുതിരിയോ തീർത്ഥാടനമോ പ്രസംഗമോ പാട്ടോ അല്ല. അവനാവശ്യം
ചെളിക്കുണ്ടി മുങ്ങിത്താണ് മരിക്കാൻ പോകുന്ന അവനെ പൊക്കിയെടുക്കാൻ കരുത്തുള്ളൊരു രക്ഷകരെയാ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. യേശുവിനെ എന്തിനാ പ്രസംഗിക്കുന്നത് അറിയാമോ? ഇവിടെ സാരോപദേശം തരാൻ പലരും വന്നിട്ടുണ്ട്, സൗഖ്യമാക്കാൻ പലരും വന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രം ആരംഭിച്ച അന്ന് മുതൽ ഇന്നു വരെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താണ് നിത്യമരണത്തിലേക്ക് അതപ്പതിച്ചുകൊണ്ടിരുന്ന മാനവരാശിയെ പൊക്കിയെടുക്കാൻ ആർക്കും കരുത്തില്ലാതിരുന്നപ്പോ 2000 വർഷങ്ങൾക്കപ്പുറം ഇസ്രായേലിന്റെ പച്ചമണ്ണിൽ മാനവരാശിയുടെ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവപുത്രനുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു ക്രിസ്തുവെങ്കിൽ ഇന്ന് രാത്രി പരസ്യ സ്ഥലത്ത് സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതി ചെയ്യുമനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. നമ്മുടെ കരമൊന്നുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. ഞങ്ങളുടെ കൊല്ലം ജില്ലക്കാരൻ. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട് അഞ്ചാലുംമൂട്. അഞ്ചാലുംമൂട് ദിവാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. 2023 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷെ ദിവാകരൻ എങ്ങനെ യേശുവിൻ്റെ പൈതലായെന്നറിയാം? ദിവാകരൻ കുപ്രസിദ്ധനായിരുന്നു. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, കൂടപ്പിറപ്പുകൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ടി എഴുതി തള്ളിയൊരു കേസ്. ഇദ്ദേഹം 17 ക്രിമിനൽ കേസിലെ പ്രതിയായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ അവിടെ തിരുവനന്തപുരംകാരനായ ഒരു യേശുദാസൻ ഉപദേശി, അദ്ദേഹത്തിൻ്റെ കൂടെ ചില ആൾക്കാർ, അവരെല്ലാ ആഴ്ചയും അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി യേശുദാസൻ ഉപദേശി ഒരു പ്രസംഗം പ്രസംഗിച്ചു. അത് യോഹന്നന്റെ ലേഖനത്തിലെ വാക്യമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഉപദേശി ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും മുമ്പോട്ട് വരാൻ പറഞ്ഞു. പലരും മുമ്പോട്ട് വന്നു. ദിവാകരൻ വന്നില്ല കേട്ടോ. മുമ്പിൽ വന്ന് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാവരും തിരിച്ചു പോയി. മീറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് യേശുദാസൻ ഉപദേശിയും കൂടുള്ള ടീമംഗങ്ങളും കൂടെ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഏറ്റവും പുറകിൽ ദിവാകരൻ തല കുനിച്ചിരിക്കുകയാണ്. അടുത്തോട്ട് ചെന്നിട്ട് പുറത്തൊന്ന് തട്ടിയപ്പോൾ ഉടനെ ഈ ദിവാകരൻ കണ്ണുയർത്തി നോക്കുമ്പോൾ യേശുദാസൻ ഉപദേശി കാണുന്നത് കണ്ണീന്ന് നദി ഒഴുകുന്ന പോലെ കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുക. ആ കരച്ചിലിനിടയിൽ ദിവാകരൻ പറഞ്ഞു, ഉപദേശി, ഞാനൊരു കൊടും ക്രിമിനലാണ്, ബോറടി മാറ്റാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ. പക്ഷെ അങ്ങ് പറയുന്ന സന്ദേശം എന്നെ തൊട്ടു. എന്നാൽ ഞാൻ ക്രിമിനലാണ്. ഈ പറഞ്ഞ രക്തത്തിൻ്റെ തുള്ളി എൻ്റെ മേലൊന്ന് വീണാൽ ഞാൻ രക്ഷപ്പെടുവോ? ആ ഉപദേശി പറഞ്ഞു കൊടുത്ത സുവിശേഷം ഉണ്ടല്ലോ, ദിവാകരനെ ദൈവമകനാക്കി. 2023 വരെ കൊല്ലത്തും കൊട്ടാരക്കരയും കുണ്ടറയുമുള്ള തെരുവീതികളിൽ നിന്നുകൊണ്ട് ദിവാകരൻ വിളിച്ചു പറഞ്ഞിട്ടാണ് നിത്യതയെ പോയത്. ലോകത്തിൽ ഒരേ ഒരു രക്ഷകൻ, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, സകലർക്കും രക്ഷകൻ യേശുവാണ്. അവൻ രക്ഷാനായകനാണ്. ഇന്ന് രാത്രി ആ കർത്താവിനെ ഉയർത്താൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്? 2 കാരണം പറഞ്ഞു. വിശ്വാസത്തിന് നായകനാണ്, രക്ഷാനായകനാണ്. ഇനി 3, യേശു നമ്മെ അറിയുന്ന നേതാവ്. ഒരു സന്തോഷമല്ലേ? നരേന്ദ്രമോദി സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയത്തില്ല. പിണറായി വിജയൻ സാറിനെ എനിക്ക് വലിയ പ്രിയമാണ്, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയത്തില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനും അല്ല, പക്ഷേ പല നേതാക്കന്മാരും, ഞാൻ എത്രയോ നേതാക്കന്മാർക്ക് വേണ്ടി
വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ചിന്ത വിളിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ പറയും, ഇവർക്കൊന്നും എന്നെ ഒരു പിടിയില്ല. ഞാൻ എന്നിട്ടും വിളിക്കുകയാണ്. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, എന്നെ അറിയുന്നൊരു നേതാവിനെ എനിക്ക് കിട്ടിയ പിന്നെ ഞാൻ വിടുവോ? പിന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് അവർ പറയും നിങ്ങളെ അറിയാമെന്ന്, ചുമ്മാതാ. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വഴി കൂടെ പോകുന്ന അനൗൺസ്മെൻറ്റൊക്കെ കേട്ടില്ലേ, നമ്മളറിയുന്ന വെറുതെ. നമ്മളറിഞ്ഞാൽ നമ്മളോട്ട് വോട്ട് കൊടുക്കത്തുമില്ല, നമ്മളെ വോട്ട് അറിയത്തുമില്ല. ഈ ജയിച്ച ആൾക്കാർക്ക് അങ്ങനെ നിങ്ങളെ ഇപ്പം അറിയാമോ? 2 ആഴ്ച മുമ്പ് വരെ അറിയാമായിരുന്നു. അന്നേരം വീട്ടിലകത്ത് വേണമെങ്കിലും കയറി വരും, മൂക്കൊലിച്ചിരിക്കുന്ന കൊച്ചിനെ വേണമെങ്കിലും കയ്യിലെടുത്ത് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. അന്നേരം അച്ഛാ ചേട്ടാ ചേച്ചി ഇതൊക്കെ വിളിക്കുക, അന്നേരേ അറിയത്തുള്ളൂ. ഇനി 5 വർഷം അറിയണമെങ്കിൽ. ഇപ്പം ഞാൻ കൊട്ടാരക്കരയില്ലേ, ഞങ്ങളുടെ ഒരു നേതാവുണ്ടായിരുന്നു ബാലകൃഷ്ണ സാർ, നല്ല മനുഷ്യനാട്ടോ. പക്ഷെ ആൾ പോയി. ഇദ്ദേഹത്തെക്കുറിച്ച് പലരും എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണ സാറിന് ഞങ്ങൾ എന്തോ ബന്ധമായിരുന്നു അറിയോ. പക്ഷെ പിന്നീട് മനസ്സിലായത് ഈ പറയുന്ന പുള്ളിക്ക് തോന്നിയതാ ബന്ധമുണ്ടെന്ന്. കാരണം പുള്ളി പ്രസംഗിക്കാൻ വരുമ്പം പുള്ളി പറയും ഞങ്ങളുടെ ജംഗ്ഷനൊക്കെ ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ പ്രസംഗിക്കുന്നതിനിടെ പറയും, ദാണ്ട് ഇവിടെ പലചരക്കച്ചവടം നടത്തുന്ന എൻ്റെ സുഹൃത്ത് സോമൻപിള്ള, ഇവിടെ ചായക്കച്ചവടം നടത്തുന്ന രാജു എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചായക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പഞ്ചസാരയ്ക്ക് വില കൂടി, ഇത് മാറണമെങ്കിൽ ഞാൻ ജയിക്കണം. അപ്പോൾ രാജുവിനും സന്തോഷം, സോമൻപിള്ളയ്ക്കും സന്തോഷം. ഇവർ കടയിൽ വരുന്ന 10 പേരോട് പറയുകയും ചെയ്യും സാറിന് വോട്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് എല്ലാവരോടും പറയും എൻ്റെ സുഹൃത്താണ് പിള്ള സാറ്. അത് പിള്ള സാറിൻ്റെ ഡിപ്ലോമസിയാണ്, അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ യേശുവിനെ നഥാനെക്കുറിച്ചൊന്ന് പറയട്ടെ. നഥനയേൽ എന്നൊരു മനുഷ്യൻ മുമ്പോട്ട് വരിക യേശുവിൻ്റെ അടുത്തോട്ട്. വരുമ്പോഴും ഹൃദയത്തിനകത്ത് ചിന്ത ചെല്ലുമ്പോഴേ ചോദിക്കും, മോനെ നിൻ്റെ പേരെന്നാടാ, നിൻ്റെ അപ്പൻ്റെ പേരെന്നാടാ, നിൻ്റെ നാടെന്നാടാ, എവിടാടാ, സെൽഫ് പ്രൊഡക്ഷൻ പറയടാ എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെന്നേ. പക്ഷെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതിന് മുമ്പേ പറഞ്ഞു, മോനെ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാ, എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ. പക്ഷെ യേശു എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ആ മരത്തിൻ്റെ താഴെ നിന്നിട്ട് മേളിലോട്ട് നോക്കിയിട്ട് അവൻ്റെ അപ്പനും അമ്മയും ഇട്ട പേര് വിളിച്ചിട്ട്, സക്കായേ ഇറങ്ങി വാടാ, നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് എല്ലാം അറിയുന്നൊരു നേതാവാണ് നമ്മുടെ നേതാവെങ്കിൽ. ഗലാത്യ ലേഖനം 4:8 പൗലോസ് പറഞ്ഞ വാക്ക് ഞാനൊന്ന് പറയാം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും, അടുത്ത അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, വിശേഷാൽ അവൻ നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് 30-40 പേരെ കാണത്തുള്ളൂ. പക്ഷെ പാസ്റ്റർ കണ്ടില്ലെങ്കിലും ലോകത്തിലെ ആരറിഞ്ഞില്ലെങ്കിലും നമ്മെ സ്കാൻ ചെയ്തറിയുന്ന ഒരു നേതാവ് നമുക്കുണ്ടെന്ന് കേൾക്കുമ്പോൾ ആവേശത്തോടെ കൈയടിക്കാൻ. നമ്മെ അറിയാമെന്നവന് അത് ഇന്നും ഇന്നലെ അറിഞ്ഞതല്ല. എൻ്റെ ഭാര്യ എന്നെ അറിഞ്ഞിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ, അത്രേ ആയുള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിച്ചിട്ട്. എൻ്റെ മോൾ എന്നെ അറിഞ്ഞിട്ട് 9 വർഷമായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ ഞങ്ങളുടെ മാരേജ് കഴിച്ചിട്ട്. എൻ്റെ പെറ്റമ്മ എന്നെ അറിഞ്ഞിട്ട് 38 വർഷമായിട്ടുള്ളൂ, എനിക്ക് 38 വയസ്സാണ്. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പനെ അറിഞ്ഞിട്ട് 35 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ നാഥൻ എന്നെ അറിഞ്ഞതോ? പൗലോസ് പറഞ്ഞു, ജനനം മുതൽ എന്നെ അറിഞ്ഞൊരു ദൈവം. സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, അല്ലല്ല അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോ നിന്നെ കണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട രമ്യാവിനോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ കണ്ടു. എഫേസ്യ ലേഖനത്തിലെ ഭാഷ ഞാനൊന്ന് പറയാം, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ കണ്ടു. ഇന്ന് രാത്രിയിൽ എത്ര സന്തോഷമാണ്. ഇന്നും ഇന്നലെ കണ്ടതല്ല. നമ്മുടെ ചിലരുടെയൊക്കെ ഇരിപ്പ് കാണുമ്പം ചിന്തിക്കും, ഞാൻ മിടുക്കനായതുകൊണ്ട് കണ്ടു. അല്ല, നമ്മളെ ദൈവം കൃപയാലെ കണ്ടതാ. മനസ്സിലായി? ആ തിരഞ്ഞെടുപ്പ് ഓർത്താ കഴിഞ്ഞാൽ അയ്യോ കണ്ണ് നിറയും. ഇപ്പം ഇവിടെ ഇപ്പം വലിയ കുഴപ്പമില്ല, സിറ്റിയൊക്കെ ആയി. ഒരു 100 വർഷം മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കി ഈ നാട്. എൻ്റെ വീടിൻ്റെ പേരെന്നറിയാം, എൻ്റെ നാടിൻ്റെ പേര് സബുച്ചാൻ വന്നിട്ടുണ്ട്, മലവിള എന്നാ. ആ നാട് കണ്ടപ്പം സന്തോഷം കൊണ്ട് ആൾക്കാർ ഇട്ട് കൊടുത്തതാണ്, അവിടെ മൊത്തം മല. പക്ഷെ ഞാൻ ചോദിച്ചത്, മലവിളയിൽ റാന്നിയിലും ഒക്കെ ഉള്ള അറിയാൻ ഒരു സാധ്യതയില്ലാഞ്ഞിട്ട് നമ്മളെ ഇവിടുന്നൊക്കെ പൊക്കിയില്ലേ? അതൊരു ദൈവത്തിൻ്റെ കരുണയല്ലെന്നേ. ആമോസ് 3:3 പറയാണ്, ആ വാക്യം ഭയങ്കര മനോഹരം. സകല വംശങ്ങളിലും വെച്ച് നിന്നെ മാത്രം തിരഞ്ഞെടുത്തോ. ഇവിടെ മിടുക്കം. ഞാൻ ചോദിച്ചോട്ടെ, മെറിറ്റ് നോക്കിയായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുക, സിമ്പിളായിട്ട് ചോദിക്കുക, എത്ര പേരിനകത്ത് വരുമായിരുന്നു? ഇതിൻ്റെ കുടുംബം, വിദ്യാഭ്യാസ മഹിമ, കാശ്, ഇതെല്ലാം നോക്കിക്കൊണ്ട് മാർക്കിട്ടായിരുന്നു. എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ഏറ്റവും ലാസ്റ്റ് ബെഞ്ച്, എൻ്റെ കാര്യം
പക്ഷേ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കേണ്ട ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായെങ്കിൽ ഇതൊന്നും ദൈവം നോക്കിയില്ല. കുടുംബം നോക്കിയില്ല, വിദ്യാഭ്യാസ മഹിമ നോക്കിയില്ല, കാശിൻ്റെ വില നോക്കിയില്ല. ദൈവം തിരഞ്ഞെടുത്തു. ഈ നിന്നെ മാത്രം തിരഞ്ഞെടുത്ത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ് എൻ്റെ സഹോദരിമാർ. ഇപ്പോൾ ഇതിനകത്ത് സഹോദരിമാരാണ് കൂടുതൽ. എൻ്റെ ഭാര്യയോടെ ഞാൻ ഒന്നും ഷോപ്പിങ്ങിന് പോകാറില്ല. പ്രത്യേകിച്ച് ഈ സാരിയും ചുരിദാറും എടുക്കുന്നിടത്ത് 3 മണിക്കൂർ പോകും. അങ്ങോട്ട് ചെന്നില്ലേ ആന കരിമ്പം കട്ടി കയറുന്നതല്ല, സാരി എല്ലാം അടിച്ച് താഴെ ഇടും, ചുരിദാറെല്ലാം എടുത്ത് താഴെ ഇടും. എന്നിട്ട് ഇങ്ങ് തപ്പാണ്, അവിടെ തപ്പൊന്നു ഇവിടെ തപ്പൊന്നു. അപ്പം ഞാൻ ചിന്തിച്ചു എന്നോ നല്ല സാരിയും എന്നോ നല്ല ചുരിദാർ ഇവർക്ക് പിടിക്കത്തില്ല. 3 മണിക്കൂർ തപ്പിക്കഴിയുമ്പോൾ നാണ്ട് ഒരെണ്ണം പൊക്കിക്കൊണ്ട് വരും. അപ്പം ഞാൻ അന്നേരത്തോട് ചിന്തിക്കും ഇവർക്ക് എങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കാറുണ്ട്, എടി എത്ര നല്ല ചുരിദാറും എത്ര നല്ല സാരി നീ കണ്ടിട്ട് ഇതൊന്നും. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് ബോധിച്ചു. ഞാനും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. കർത്താവ് നമ്മളെ ഇങ്ങനെ പൊക്കിയപ്പോഴേ നാട്ടുകാർ മുഴുവൻ ചോദിച്ചു കാണും ഇവൻ എന്തിനായി സെലക്ട് ചെയ്തത്, കാരണം വല്ല ഗുണമുണ്ടോ. പക്ഷെ ഒന്നുമില്ലാഞ്ഞിട്ടും കൃപയാൽ വന്നു ആ ദൈവത്തിൻ്റെ മഹാകരുണ. ഇന്ന് ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് ചുമ്മാതെ പ്രസംഗിക്കാനല്ല, ദേശത്ത് ചിലതിനെ കർത്താവ് ഉള്ളം കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവനെ മകനാക്കാനുള്ള നിയോഗമാണ് സുവിശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ജാതിയില്ല, മതമില്ല, വർഗമില്ല. അങ്ങനെ ആരുന്നെങ്കിൽ പള്ളിക്കകത്ത് വെച്ച് നടത്തിയേനെ. ഇത് ക്രിസ്ത്യാനിയുടെ ദൈവം അല്ല, മറിച്ച് ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു നാഥൻ, അവൻ നമ്മെ അറിയുന്ന ദൈവമാണെങ്കിൽ ഈ ദേശത്ത് പേരെഴുതി വെച്ച ചിലതിന് സ്വർഗം ഇന്ന് രാത്രി തൊടുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ സന്തോഷം എന്നാണെന്നറിയോ, ആരറിഞ്ഞില്ലെങ്കിലും നമ്മളെ കർത്താവ് അറിയുമെന്നുള്ളതാണ്. പഴയ നിയമത്തിൽ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നൊരു സഹോദരിയുണ്ട്, പേര് ഹന്നാന്ന്. ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിച്ചതിൻ്റെ അധര അനങ്ങിയ അല്ലാതെ ശബ്ദം പുറത്തു വന്നില്ലെന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ ചിലടത്ത് പറയാറുണ്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, ഞങ്ങളൊക്കെ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രസംഗത്തിന് ഞങ്ങളുടെ മത്സരമുണ്ട്, പാട്ടിന് മത്സരമുണ്ട്, എഴുത്തിന് മത്സരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇതുവരെ നിങ്ങളുടെ ഇടയിൽ മത്സരങ്ങളൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം മത്സരം ഉണ്ടെങ്കിൽ ഈ ഹന്നാമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ കൃത്യമായിട്ട് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിച്ചാൽ അധര അനങ്ങിയതല്ലാത്തൊരു ശബ്ദം പുറത്തു വന്നില്ല. അപ്പം ഞാനും ജോസ് പാസ്റ്ററുമാണ് ജഡ്ജായിട്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ കാര്യം പറയാം, ഞാൻ 0 ഇട്ട് കൊടുക്കുന്നത്. റിമാർക്ക് എഴുതി വയ്ക്കുക, അമ്മച്ചി പ്രാർത്ഥിച്ചത് കേട്ടില്ല. കാരണം കേൾക്കാതെ പറ്റുമോ? ക്ലിയറായിട്ട് കേൾക്കണം. ഈ പഴയ കാലത്ത് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, അത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു കുംഭകർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇയാൾ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ കൃത്യമായിട്ട് വായിൽ നിന്ന് ഇത് പുറത്തു വന്നില്ല, തെറ്റിപ്പോയി. കേട്ട ദൈവം തെറ്റായിട്ട് കേട്ടതുകൊണ്ട് പുള്ളിക്ക് ഉറങ്ങാനുള്ള വരവം കൊടുത്തു. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവം ഇങ്ങനെങ്ങാണോ ആയിരുന്നെങ്കിൽ നമ്മുടെ ഗതി ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തെല്ലാം തെറ്റിക്കുന്നു. പക്ഷെ ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. നാം അനങ്ങുന്നുണ്ടോ, ശബ്ദം ഉയർത്തിയാണോ പറയുന്നത് വിഷയമല്ല. ഹൃദയം കാണും. പുറമേ പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തെന്താ വിഷയമെന്നറിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ദൈവം. ഈ തിരഞ്ഞെടുപ്പ് ദൈവം നമ്മുടെ മേൽ ഇട്ടതിനാൽ ആ കരമൊന്ന് ഉയർത്തി. അതുകൊണ്ട് ഈ വിളിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ഇത് ഉന്നത വിളിയാണ്, ഇത് പരമവിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ്, ഇത് സ്വർഗീയ വിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ആ കരമൊന്ന് ഒരു പ്രാവശ്യം കൂടെ ഉയർത്തി. അതുകൊണ്ട് പഴയ പാട്ടുണ്ടല്ലോ, ലോകസ്ഥാപനമും എന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നല്ലോ, ലോകത്തിൽ വന്നു ജീവനെ. നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ടാണല്ലോ. പ്രിയപ്പെട്ടവർ, ഒന്നുകൂടെ ഒന്ന് പാടി തുടങ്ങും. നമുക്ക് ഒരുമിച്ച് കരമടിച്ചൊരു 4 വരി, സമയമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ആ സന്തോഷത്തോടെ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയണം, ഓർക്കുമ്പോൾ തന്നെ ആവേശത്തോടെ കരമടിക്കണം, ആവേശത്തോടെ ദൈവത്തെ സ്തുതിക്കണം. കാര്യം ലോകത്തിൽ മിടുക്കന്മാരില്ലാഞ്ഞിട്ടല്ല, ആരും ഇല്ലാഞ്ഞിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതല്ല. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞാൽ നീ ഒത്തു എന്ന് പറഞ്ഞ് എടുത്തു വെച്ചതും അല്ല. അനേക കൊലകൊമ്പന്മാരുണ്ടായിട്ടും അവരുടെ ഇടയിൽ നിന്ന് സാധുവായ നമ്മെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ. ഒരുമിച്ച് കരമടിച്ച് ഈ 4 വരി പാട്ട് ഒരുമിച്ച് പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ,
മനതിധ്യാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതം തൻ സ്നേഹമാധുര്യോ ചിന്താതീതമത്രേ ലോകസ്ഥാപനമോ തന്നെയും കണ്ടല്ലോ ലോകസ്ഥാപനമോ തന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയാൽ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായ എണ്ണീയ സ്നേഹമേ എന്നെയും യോഗ്യനായ എണ്ണീയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. നമ്മുടെ കരമൊന്നുയർത്തി കർത്താവിന് ശക്തിയോടെ ഹല്ലേലൂയ പറയാ. നമ്മെ അറിയുന്നൊരു നേതാവ്. ഇനി യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായി എന്നറിയാം? അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നേതാവാണ്. ഒരു നല്ല നേതാവിൻ്റെ പ്രത്യേകത സിംഹാസനത്തെ കുത്തിയിരിക്കത്തിൽ ഇറങ്ങും. പക്ഷെ യേശു വന്ന പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മുടെ നാട് എത്ര മനോഹരമാണ്. കളകളമൊഴുകുന്ന പുഴയും അരുവിയും കാനനവും കായലും മനോഹരമാണ്, പർവ്വതവുമല്ല. പക്ഷേ ഇതൊന്നും ദൈവം നിർമ്മിച്ചത് ഇറങ്ങി വന്നല്ല, വാക്കുകൊണ്ടാണ്. നല്ല ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങൾ, കാട്ടുമൃഗങ്ങൾ, ഇതിനെയൊന്നും ദൈവം നിർമ്മിച്ചത് കൈകൊണ്ടല്ല, ഇറങ്ങി വന്നുമല്ല, വാക്കുകൊണ്ടാണ്. പക്ഷെ ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നമ്മെ ദൈവം നിർമ്മിച്ചത് വാക്കുകൊണ്ടല്ല, ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് നമ്മെ നിർമ്മിച്ചൊരു ദൈവം. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതല്ലേ മനുഷ്യൻ്റെ വില. ഇനി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സ്വർഗത്തിൽ ഇരുന്നിട്ട് വീണ്ടെടുക്കപ്പെടട്ടെ എന്ന് പറഞ്ഞതല്ല, മറിച്ച് ഇറങ്ങി വന്നു. കാൽവറി ഇറങ്ങി വന്നിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്കാണ് മനോഹരം. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി. അതും ഇറങ്ങിയതും മനുഷ്യരൂപത്തിൽ ഇറങ്ങി. മനുഷ്യരൂപത്തിൽ ഇറങ്ങിയത് ചക്രവർത്തിയായിട്ടല്ല, അടിമയായിട്ട് ഇറങ്ങി. അടിമയായിട്ട് ഇറങ്ങിയെന്ന് മാത്രമല്ല, മരണത്തോളം താഴ്ത്തി. മരണമെന്ന് പറഞ്ഞാൽ സാധാരണ മരണമല്ല, ക്രൂശിലെ മരണത്തോളം. അതിൻ്റെ അർത്ഥം ഹീറോയായവൻ സീറോയായിട്ട് സീറോയായ നമ്മെ ഹീറോയാക്കി. ഇതിലും കൂടുതൽ ഇറങ്ങി വരാൻ വേറെ ഒരാൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര നല്ലൊരു ദൈവത്തെ. അതിന് ഈ കയ്യടി, ഉയർച്ച, കായ്യുയർത്തലൊന്നും പോരാ എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മെ ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവം. പാട്ട് പാടുന്നില്ലെങ്കിലും ഒരു പഴയ പാട്ടുണ്ട്. അതിങ്ങനെ വെറും വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ചു, നറും ശോഭയേകി മെനഞ്ഞവൻ താൻ. പിന്നെ അടുത്ത വാക്യം, ചുടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു. അതിൻ്റെ അർത്ഥം ഈ മനോഹരമായതിനെ ഒക്കെ ദൈവം നിർമ്മിച്ചത് വാക്കുകൊണ്ടാണെങ്കിൽ നമ്മെ ദൈവം നിർമ്മിച്ചത് ഇറങ്ങി വന്ന, നമ്മെ ദൈവം വീണ്ടെടുത്തത് ഇറങ്ങി വന്ന. ഇത് രണ്ടും കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. എന്നൊരു പ്രത്യാശയുടെ വാക്കിന്ന് രാത്രി ഞാൻ പറയാം. നമ്മെ നിർമ്മിച്ചത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ കണ്ടിട്ടില്ല, കണ്ണാലെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന ഒരു ഇറങ്ങി വരവുണ്ട്. അതെന്നാന്നറിയാവോ? പാപമില്ലാതെ ജീവിക്കുന്ന തന്റെ വിശുദ്ധരെ ചേർക്കാൻ കർത്താവ് എത്രയും താമസമിനായി ഇറങ്ങി വരാനുള്ള സമയം ആഗതമായി. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. അതാ പൗലോസ് എഴുതി വെച്ചത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞു വിളിക്കുകയല്ല, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു മശിഹ ഇന്ന് രാത്രി സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ചു ദൈവത്തെ ആരാധിക്കുക. ദൂരെ നിന്ന് ജോസ് പാസ്റ്റർ വരുമ്പോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞ് അവിടെ നിന്ന് വരുമ്പോ, സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ മൈക്കും വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് അവനെ പൊക്കിയെടുക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, അസാധാരണമായ വിലയാ ഞാൻ അവന് കൊടുക്കുന്നേ. മനസ്സിലായോ?
എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഇരുന്നിട്ട് വീണ്ടെടുപ്പ് കൽപ്പിക്കാതെ ഇറങ്ങി എനിക്ക് വേണ്ടി വന്ന് എന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ ലോകത്തിലെ ആരും നിനക്ക് വില നൽകിയില്ലെങ്കിലും ദൈവം തരുന്ന വില അപാരമായ വിലയാ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്തിലെ സകല വിലയേക്കാളും വലിയ വിലയാണ് മനുഷ്യന്റെ വിലയെങ്കിൽ നിന്റെ അപ്പൻ നിനക്ക് വില നൽകിയില്ലെങ്കിലും, അമ്മ നിനക്ക് വില നൽകിയില്ലെങ്കിലും, കൂടപ്പിറപ്പ് നിനക്ക് വില നൽകിയില്ലെങ്കിലും ദൈവം നിനക്ക് വില തരുന്നുണ്ട്. ആ വാല്യൂ ഉള്ളത് കൊണ്ടാ സ്നേഹിത ഇന്ന് രാത്രി സുവിശേഷ യോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷന്റെ സമാപന രാത്രിയാണ് ഇന്ന്. ഭവനത്തിനകത്തിരുന്നായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്, തെരുവീതിയിൽ നിന്നായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്. അവിടെ നിൽക്ക്, ഇത് നിനക്കുള്ള ദൂത. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയാ, സ്നേഹിത, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. എല്ലാവരും തഴഞ്ഞവനെയും ദൈവത്തിന് വേണം, എല്ലാവരും ഉടച്ചവനെയും ദൈവം വാർത്തെടുക്കും, എല്ലാവരും ചവിട്ടി താഴ്ത്തിയവനെയും ദൈവം പൊക്കിയെടുക്കും. നിന്നെ ആർക്കും വേണ്ടെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അനാഥത്വം മാറ്റാൻ കരുത്തുള്ള ഒരുവനെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നു. അതാണ് യേശു. നിന്നെ യേശു സ്നേഹിച്ചതുപോലെ ലോകത്തിലെ ആരും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ മാത്രമല്ല, നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വന്നതാ. ഞങ്ങൾക്ക് ഈ സത്യം ഒരിക്കൽ മനസ്സിലായി. ഈ കൺവെൻഷന്റെ സമാപന രാത്രി സ്നേഹിത, നിന്നോട് ഞങ്ങൾ സംസാരിക്കുന്നു. ആർക്കും വേണ്ടാത്ത നിന്നെ ചേർത്ത് പിടിക്കാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇറങ്ങി വന്ന നേതാവ്. പിന്നെ യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത്? ജീവൻ തന്ന നേതാവ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതിന് വില അറിയണമെങ്കിൽ എന്നെ അറിയാം. അതുകൊണ്ട് നല്ലൊരു പാസ്റ്റർ ജോസ് പാസ്റ്റർ ഈ സഭയുടെ ശുശ്രൂഷകനുമാണ്. ഞാൻ വഴക്കുണ്ടാക്കാനല്ല, എങ്കിലും ചോദിക്കുകയാണ്, ജോസ് പാസ്റ്റർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ചാകും എന്നുള്ളവരൊന്ന് കൈപൊക്കി. പാർഷാൻ്റെ ഇവിടെ ഇരിപ്പില്ല? ഉണ്ട്. പാർഷാൻ്റെയും കൈപൊക്കിയില്ല. അപ്പം ഞാനും പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോഴെല്ലാം ആരും കൈപൊക്കാറില്ല. പിന്നെ കൈപൊക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം, ചുമ്മാതാ, വെറുതെ കൈപൊക്കുന്നില്ല. ഇപ്പം എൻ്റെ ഭാര്യയാണ് ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിന് കൈപൊക്കി വെച്ചിരിക്കുന്നെങ്കിലും ഇത് കേൾക്കുമ്പോൾ താഴോട്ടം കിട്ടും. അങ്ങനെയൊന്നും സ്നേഹമൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് കൂടി ചാവുമോ? അതുകൊണ്ടല്ലേ ജോസ് പാഷ ഇത്രയും നേരം പറഞ്ഞിട്ടും സ്വന്തം ഭാര്യയെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല, പാഷക്ക് പറയാൻ ചാവത്തില്ലെന്ന്. അപ്പം ഞാനും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി ചാവത്തില്ല, ഒരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ചാവത്തില്ല, ഒരു മോനും അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ചാവില്ല. അതൊക്കെ ചുമ്മാ തോന്നുക. ഞാനൊരിക്കൽ ശക്തികുളങ്ങര പ്രസംഗിക്കും. എനിക്ക് സാബുചാൻ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ യാത്ര പോയിട്ട് വരികയാണ്. ശക്തികുളങ്ങര പ്രസംഗിക്കുമ്പം ഒരു സഹോദരൻ വന്നിട്ട് എൻ്റെ മൈക്ക് തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു, ഇച്ചിരി വീശിയിട്ടുണ്ട് പുള്ളി. പറഞ്ഞു, നീ എന്തിനാടാ എപ്പോഴും യേശു 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 എന്ന് പ്രസംഗിക്കുന്നത്? നീ കുറച്ച് നേരം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പ്രസംഗിക്കടാ. നമ്മുടെ രാഷ്ട്രപിതാവിലൂടെ മഹാത്മാഗാന്ധി, നീ അല്പസമയം യേശു എന്നുള്ള പരിപാടി നിർത്തിയിട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുക. അപ്പം ഞാൻ ആ പുള്ളിയോട് പറഞ്ഞ വാക്ക് അതുപോലെ അങ്ങ് പറയാം. ആഗ്രഹമുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ അവരാരും ജീവൻ തന്നില്ല. പിണറായി വിജയൻ സാറോ ഉമ്മൻചാണ്ടി സാറോ നരേന്ദ്രമോദി സാറോ ഒക്കെ നമുക്ക് വേണ്ടി ജീവൻ തന്നിരുന്നെങ്കിൽ ഉറപ്പാണ്, നമ്മൾക്ക് ഒരു സംശയം വേണ്ട, നമ്മൾ നെഞ്ചുകീറി അവർക്ക് വേണ്ടി പ്രസംഗിക്കും. പക്ഷെ അവരാരും നിർഭാഗ്യവശാൽ ജീവൻ തന്നിട്ടില്ല. പക്ഷെ ജീവൻ തന്നത് യേശുവാണ്, സർവമാനവജാതിക്കും വേണ്ടി. അപ്പോൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? നിന്നെ ഇപ്പം കൊല്ലും തട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാത്തതിൻ്റെ കാര്യം എന്തെന്നറിയാവും. എടാ, ജീവൻ തന്ന ഒരപ്പൻ ഞങ്ങൾക്കൂടെ ഉണ്ടെങ്കിൽ ആ യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? പ്രസംഗിക്കാതിരുന്നാലല്ലേ നന്ദി കേട്. അതുകൊണ്ടാണ് മുട്ടുകാല് തല്ലി ഓടിച്ചാലും തല തല്ലി പറിച്ചാലും സകല കവലയിൽ നിന്നിട്ട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഉയർത്താൻ വേറൊരു നാമം ഇല്ല, യേശു യേശു യേശു. കാര്യം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നത് യേശുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിലെ സകല, അതിന് ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണയില്ല, ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, ഇസ്ലാം മത വിശ്വാസി എന്നില്ല, ജൈനിസം എന്നില്ല, ബുദ്ധിസം എന്നില്ല. മനുഷ്യനായിട്ടാണോ പിറന്നത്? നിനക്ക് വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. ആ മരണം ഓർത്താൽ പോലും ഉള്ളല്ലോ ഹൃദയം പെടയും. കോടതികൾ മാറി 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 വിസ്തരിച്ചിട്ട് തെറ്റില്ലെന്ന് മാത്രമല്ല, നീതിമാനെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ തെറ്റില്ലാത്തവനാന്നേ എന്നും പറഞ്ഞ് യേശു ഇറങ്ങിപ്പോയില്ല. കാര്യം നിന്നത് ഈ ദേശത്തിന് വേണ്ടിയാ, നിന്നത് എനിക്ക് വേണ്ടിയാ. അമ്മേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 6 അടി പൊക്കമുള്ള ഒരു യഹൂദ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അന്നത്തെ രൂപം അതാ. പോലെ അങ്ങോട്ട് വളച്ചങ്ങോട്ട് നിർത്തിയിട്ട് 2.5 അടി ഉയരമുള്ള ഒരു കൽത്തൂണിലേക്ക് 2 കൈ കൂട്ടിക്കെട്ടി തല്ലുമ്പോ, എന്തിനാ എന്നെ അടിച്ചേന്ന് യേശു ചോദിച്ചില്ല.
ആ അടിയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവൻ്റെ ശരീരം ഉഴവ് ചാൽ പോലെ കീറിയെന്ന്. അടി ഓരോന്ന് കൊള്ളുമ്പോഴും വേദന സഹിക്കുന്നതിലപ്പുറമാണെങ്കിലും രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും രക്ഷപ്പെടാതിരുന്നത് എന്നെ രക്ഷിക്കാനാണ്, ഈ ദേശത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു മൂവിയുണ്ട്. അതാരും രക്ഷിക്കപ്പെടാൻ ഇറക്കിയതൊന്നുമല്ല, അത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി ഇറക്കിയ പരിപാടിയാണ്. പക്ഷേ ഈ ഇറക്കിയ ആൾ നല്ല പെർഫെക്ഷനിസ്റ്റായിരുന്നു. അപ്പോൾ അതിൽ എല്ലാം അന്നത്തെ കാലത്തെ ഒറിജിനാലിറ്റി കളയാതെ ചെയ്യണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിം എന്ന് പറയുന്ന ഒരു നല്ല ആക്ടറെ യേശുവിന് പകരം ആക്ട് ചെയ്യാനായിട്ട് കിട്ടി. അപ്പോൾ പുള്ളിയാണ് യേശുവിന് പകരം അഭിനയിക്കുന്നത്. ഇപ്പോൾ റോമൻ പടയാളികളില്ല. അപ്പോൾ ചെയ്തത് ഈജിപ്തിൽ നിന്ന് നല്ല മിസ്രികളെ കൊണ്ടുവന്നു, നല്ല കരുത്തന്മാർ. ജോസഫസ് എന്ന ചരിത്രകാരൻ അന്നത്തെ ചാട്ടവാർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് റോമൻ നാണയങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ് കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കിയ ചാട്ടവാർ ഉണ്ടാക്കി. ഇത് വെച്ച് ജിമ്മിനെ അടിച്ചാൽ ജിമ്മ് ചത്തുപോകും. ചെയ്തൊരു കാര്യം, നല്ലൊരു ആർട്ടിഫിഷ്യൽ സ്കിൻ രൂപകൽപ്പന ചെയ്തു. എന്നിട്ട് ശരീരത്തിന് പുറത്തു കൂടെ അത് പൊതിഞ്ഞു. എന്നിട്ട് ഈ ജിമ്മിനെ പോലെ അന്നത്തെ കാലത്ത് യേശുവിനെ നിർത്തിയ പോലെ ഒരു 6 അടി ഉയരമുള്ള ഒരാളെ 2.5 അടി ഉയരമുള്ള ഒരു കൽത്തൂണിലേക്ക് അടിക്കണമെങ്കിൽ എങ്ങനെ നിർത്താം? വളച്ച് നിർത്തണം. നിർത്തിയിട്ടാണ് അടിച്ചത്. പക്ഷേ അതിലൊരു അബദ്ധം പറ്റി. 39 അടി അടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരടി ആർട്ടിഫിഷ്യൽ സ്കിൻ തുളച്ചിട്ട് ശരീരത്ത് കയറി. മനോരമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാനതുപോലെ പറയാം. ജിമ്മ് പറഞ്ഞു, മരണവേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മരണത്തെക്കാൾ വേദന ഞാൻ സഹിച്ചു. 2.5 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയില്ല. ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാ. ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ നാഥൻ ആർട്ടിഫിഷ്യൽ സ്കിന്നിനകത്തല്ല തല്ലുകൊണ്ടത്, പച്ച ശരീരത്തിൽ ആട്ടി ഓരോന്നേക്കുമ്പോഴും സന്തോഷത്തോടെ സഹിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, ആസ്വദിച്ചത്. എന്തിനാ ആസ്വദിച്ചെന്നറിയാം? എന്നെ രക്ഷിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. പകരം ഒന്നിനെ കരുതി വെച്ചില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞെങ്കിലും അവിടെ ചെന്നങ്ങോട്ട് കിടത്തിയിട്ട് കത്തി പൊക്കി താഴോട്ട് വരുമ്പോൾ കത്തിയുടെ അറ്റം പോലും ഇസ്ഹാക്കിൻ്റെ പുറത്ത് കൊള്ളാൻ ദൈവം അനുവദിച്ചില്ല. പകരം ഒന്നിനെ കരുതി വെച്ചു. പക്ഷെ സ്വന്തം പുത്രനെ കയറ്റിയപ്പോൾ ദൈവം ആ പരിഗണിച്ചില്ല, ആ ഔദാര്യം കാട്ടിയില്ല. സ്വന്തം പുത്രന് പകരം മറ്റൊന്നിനെ കരുതാതെ സ്വന്തം പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം ഞാനെന്ന് പറയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ. ഇന്ന് രാത്രിയിൽ ദേശത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അല്ല, ഏറ്റവും വലിയ സമ്മാനം ഇവിടുത്തെ മണിമാളികകളല്ല, ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തുവ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ₹1 പോലും മുടക്കുമുതലില്ല. മെഴുകുതിരി കത്തിക്കണ്ട, ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ആ യേശുവിൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരണേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ, ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു നാഥൻ വേറെ ഇല്ല. അഭിമാനത്തോടെ ആ കാൽവറിയുടെ ദർശനം അകത്ത് കത്തുന്ന പ്രിയപ്പെട്ടവർ, നാവ് തുറന്ന് അല്പസമയം കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ട്. ഇങ്ങനെ സ്നേഹിച്ചൊരു നാഥൻ വേറെ ഇല്ല. യേശുവേ, അങ്ങയുടെ കൃപ 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 കൃപ. ഒരുമിച്ച് അല്പസമയം നാവ് തുറന്ന് കർത്താവിനെ ആരാധിച്ചോ. ദൈവത്തിന് സ്തോത്രം. ഇടതും വലതും നോക്കണ്ട, മുമ്പിലും പുറകിലും നോക്കണ്ട. ആ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി ഈ പന്തലിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ ശക്തി ഇതിനകത്ത് അനുഭവിക്കുമ്പോൾ തന്നെ ഇവിടെ മാത്രമല്ല, ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ദൈവശക്തി പായുന്നുണ്ട്, ചില കുടുംബങ്ങളിൽ പോലും ദൈവശക്തി പായുന്നുണ്ട്. ആ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ഈ രാത്രി തൊടുക. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആ രക്തത്തിൻ്റെ ശക്തിക്കായി നന്ദി. ഞാൻ നോക്കുമ്പോൾ സമയം ഇങ്ങനെ പറന്നു പോകുന്നു. എങ്കിലും ഒരു 3 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാം. യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാഖ്യാനം ഇല്ലാതെ പറയുകയാണ്, അത് ഞാൻ വ്യാഖ്യാനിക്കാൻ സമയം എടുക്കുന്നില്ല, സമയമെടുത്ത് ഒത്തിരി സമയം പോകും. ലോകത്തെ നോക്കിക്കൊണ്ട് സമാധാനം തരാം എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ്. ലോകത്തിൽ എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് അട്ടിയട, ബോംബ് പൊട്ടിക്കട, ബഹളം, അട്ടി, ഇതല്ലാതെ ഒന്നും കേൾക്കാനില്ല. ലോകയുദ്ധങ്ങളിൽ ആൾക്കാർ മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ള ദൈവങ്ങളുടെ പേരില്ല, മതത്തിൻ്റെ പേരില്ല,
പക്ഷേ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്നേഹം കൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ കീഴടക്കിയവൻ ഒരുവനേ ഉള്ളൂ, യേശുവാണ്. ആ യേശു ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. റാന്നിയൊക്കെ വളരെ ഡെവലപ്പായി, പക്ഷേ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് സമാധാനം കിട്ടുമോ? ഇല്ല. എത്ര രൂപ മുടക്കിയാലും കിട്ടില്ല. ഞാൻ ഈ ചില നാൾക്ക് മുമ്പൊരു വീട്ടിൽ ഹൗസ് വാമിങ് എന്നെ വിളിച്ചു, പോകാൻ പറ്റിയില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. എന്നെ അകത്തുകൊണ്ട് കാണിക്കുകയാണ്, പാസ്റ്ററെ ഇതാണ് സ്വിമ്മിംഗ് പൂള്, ഇതാണ് പിന്നെ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരുന്ന് പോവും. ആ പരുവത്തിലാണ് പണിഞ്ഞിട്ടേക്കുന്നത്. 2-2.5 കോടി രൂപ മുടക്കി. പിള്ളേർ കളിക്കാനുള്ള കളിക്കളങ്ങൾ എല്ലാം ഉണ്ട്. ഞാൻ കണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഉഗ്രനാണല്ലോ. ഉടനെ പുള്ളി എടുത്തു പോയി പറയാണ്, പാസ്റ്റർ വീടെടുത്തു വെച്ചിട്ട് സ്വസ്ഥത തരാൻ. 3 മാസമായി വീട്ടിൽ കയറി താമസിച്ചിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, യോഗത്തിലിരുന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. കാര്യം പലരും ഉറക്കക്കുളി കൊടുത്തിട്ട് പോലും ഉറങ്ങാതിരിക്കുമ്പം ഇത്രയും സൗണ്ട് നെഞ്ചിൽ നേരെ അടിക്കുമ്പോഴും കുത്തിയിരുന്ന് ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. പക്ഷേ ഇടയ്ക്ക് ഉണരുമ്പോഴെങ്കിലും ഒരു നല്ല ഹെല്ലലിയോ പറഞ്ഞേക്കണം, അങ്ങനെ സ്വസ്ഥത കിട്ടിയല്ലോ. സമാധാനം ദൈവം തന്നുകൊണ്ടുള്ള സമാധാനമാണ് നമുക്കുള്ളത്. ഈ പലരും തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. പക്ഷേ സ്വസ്ഥത ദൈവം തന്നതാണ്, ദൈവം തന്ന സമാധാനമാണ് നമുക്കുള്ളത്. ഈ കർത്താവ് അതിൽ നിന്ന് കുതിറി മാറുമ്പം അപ്പം അകത്തുള്ളവരും കൂടെ കേൾക്കണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞേ. എന്നാൽ യേശുവായിട്ട് ബന്ധമുള്ളവൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ചിന്തിച്ചോണം, സംതിങ് റോങ്, എന്തോ പ്രശ്നമുണ്ട്. കാരണം അന്ന് പഴയ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പില്ല, സ്കൂളിൻ്റെ വരാന്തം കണ്ടിട്ടില്ല, കഴിക്കാൻ ആഹാരമില്ല, ഇഷ്ടംപോലുള്ള സാധനമായിരുന്നു ഇത്. ഏത് സമാധാനം? കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നദി പോലെ സമാധാനം പകരാമെന്ന. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു സമാധാനം അല്ല, നദി പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ഇത് തന്നതാ ദൈവം നമുക്ക്. വിൽപ്പത്രം എഴുതി തരുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം ചൈനയുടെ പോലെയല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല, ഒറിജിനൽ. സിനിമ പണ്ട് ഞാൻ ലോകത്തിന് പോലെ നടക്കുന്ന കാലത്തെ കാര്യം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചിന്ത വിളിക്കുമ്പോൾ അന്നേരം ഒരാവേശം, വൈകിട്ടാകുമ്പോഴത്തേനും അയ്യോ ഹൃദയത്തിനകത്ത് എന്നാ നിരാശയാണെന്നറിയോ. അപ്പം വീശുന്ന സമയത്ത് അത് കഴിയുന്നവരെ നല്ല സ്വസ്ഥത. അത് കഴിഞ്ഞിട്ടോ എപ്പോഴാണ് തുടങ്ങിയത് അതിനേക്കാൾ സ്വസ്ഥത കേടാ. മനസ്സിലായി? ജീവിതത്തിൽ സിനിമ കണ്ട് 2.5 മാസം സ്വസ്ഥത, അത് കഴിഞ്ഞിട്ട് നീ എന്തോ ചെയ്യും? ഒരു എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? പക്ഷെ നിത്യസമാധാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എടുത്ത് കളയാൻ കഴിയാത്ത, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത സമാധാനം യേശു തരുന്ന സമാധാനമാണ്. എങ്കിലും അകത്തുള്ളവരോടാണ് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ യേശുവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനം ഇല്ലെങ്കിൽ ചിന്തിച്ചോണം, അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. കാര്യം കർത്താവ് യെരുശലേം നോക്കിക്കൊണ്ട് പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, നിന്റെ സമാധാനത്തിനുള്ള വഴി നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കും പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിനക്കോ മനസ്സായില്ല. അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തട്ടുമ്പുറമല്ല, അടുക്കളയല്ല, ബെഡ്റൂമല്ല, അമ്മയുടെ ചിറകിൻ്റെ കീഴാണ്. എത്ര ശത്രു വന്നാലും അമ്മയൊരു സിഗ്നൽ കാണിക്കുമ്പോൾ ഓടി വന്ന് ചിറകിൻ്റെ കീഴിലോട്ട് കയറിക്കോണം. അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ ഒന്നും കൊത്തില്ല. കാലിഫോർണിയയിൽ ഒരു വലിയ കാട്ടുതീ പടർന്നു. ആ കാട്ടുതീ കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ അന്വേഷണം നടത്തി വന്നപ്പോൾ കാണാം ഒരു അമ്മക്കോഴി കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഇതിനെ പൊക്കിയെടുത്തപ്പോൾ ജീവനോടെ 3 കുഞ്ഞുങ്ങൾ. എന്ന് പറഞ്ഞാൽ തള്ളക്കോഴി കത്തിയിട്ടും കുഞ്ഞിനെ തൊടാൻ സമ്മതിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരിക്കലും അപകടം പറ്റാത്തൊരു നല്ല അപ്പൻ നമുക്കുള്ളപ്പം അവൻ്റെ ചിറകിൻ കീഴിൽ നീ കയറിയാൽ ഏത് ശത്രു നിന്നെ തൊടും. ഇന്ന് രാത്രിയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ നാടുനീളെ അലഞ്ഞു കിടക്കുകയാണെങ്കിൽ ശത്രു കൊത്തിയാൽ ദൈവമല്ല ഉത്തരവാദി, മറിച്ച് അങ്ങനെ പോയതിൻ്റെയാ. ഇന്ന് രാത്രി അകത്തുള്ളവരോടാണ് പറയുന്നത്, ഓടി വാ അമ്മയുടെ ചിറകിൻ്റെ കീഴിലേക്ക്. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ നിന്നെ മറയ്ക്കാൻ ദൈവത്തിന് മനസ്സാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോഴും തലമുറകളെ ശത്രു റാഞ്ചുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണം. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത നശിപ്പിക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി ഒരു വിടുതൽ ആ കുടുംബത്തിനകത്ത് ചെയ്യാൻ സ്വർഗം പദ്ധതിയിടുമ്പോൾ ദൈവിക സമാധാനത്തെ നശിപ്പിക്കുന്ന സകല അന്ധകാര വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തകരട്ടെ. അത് ഞാൻ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അങ്ങനെ ഇനി ഒരു വളരെ പ്രസക്തമായൊരു കാര്യം പറഞ്ഞോട്ടെ. യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത്? അടുത്ത കാര്യം, അവൻ ജീവനുള്ള നേതാവാ.
ഇന്ന് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഞാൻ വിളിച്ച പല നേതാക്കന്മാരും ഇന്ന് ജീവനോടെ ഭൂമുഖത്തില്ല. പക്ഷേ കഴിഞ്ഞ 8 വർഷം ഞാൻ പ്രസംഗിച്ച എൻ്റെ അരുമനാഥനെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, അവൻ മരിച്ച് മൺമറഞ്ഞു പോയ നേതാവല്ല. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുമ്പോഴും ജീവനുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നേതാവാ ക്രിസ്തു. അതുകൊണ്ടല്ലേ യോഗത്തിന് വന്നിരിക്കും ഇവിടെ നമ്മുടെ അകത്ത് സന്തോഷം. നോക്കി ഇവിടെ നോക്കിയാൽ കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്ന എന്തേലും ഇവിടെ ഉണ്ടോ? ഒരു നല്ല രൂപമോ, ഒരു നല്ല പിക്ചറോ, അല്ലെങ്കിൽ നല്ല വേഷം ധരിച്ച ഒരു കാർമ്മികനോ ഇവിടെ ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഒരു സന്തോഷമില്ലേ? അതെന്നാ സന്തോഷം? കാണാനൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്, പക്ഷെ ഇവിടെ ഒന്നുമില്ല കാണാൻ. പക്ഷെ ഒന്നും കാണാനില്ലെങ്കിലും സന്തോഷം എന്നാണെന്നറിയാമോ? എൻ്റെ ദൈവം ജീവനോടുണ്ടെന്നുള്ള ഉറപ്പാ, വിശ്വാസമല്ല, ഉറപ്പ്. മനസ്സിലായോ? ഈ അകത്ത് വരുമ്പോൾ മുഖത്താ സന്തോഷം വരുന്നതിൻ്റെ കാര്യം, കൈ അടിക്കുന്നതിൻ്റെ കാര്യം പാഷ് പറയുന്ന പോലല്ല. എൻ്റെ നേതാവ് ജീവനോടുണ്ടെന്നുള്ള വിശ്വാസമാണ്. ഞാൻ ഈ റാന്നി വരുമ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ്. റാന്നിക്ക് അടുത്ത്, ഞാൻ സ്ഥലം പറയത്തില്ല, നിങ്ങൾ ചിലപ്പോൾ ആ കൺവെൻഷൻ ഒന്നെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ അടുത്തൊരു കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു. നിങ്ങൾ നോക്കിയേ, അവർ 2 പേരെ ഉള്ളെങ്കിലും അവർ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ചില പാട്ടുകാരുണ്ട്, പ്രൊഫഷണൽസാണ്. പിന്നെ ഞങ്ങളുടെ സാബുച്ചാനൊക്കെ ഉണ്ടല്ലോ, പാസ്റ്ററാണ്. ഇപ്പോൾ റോബിൻ ബ്രദറും പാസ്റ്ററാണ്. അവർ പാട്ടുകാരല്ല, പാസ്റ്ററാണ്. കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നതാണ്. പരശോധന സാബുച്ച പാസ്റ്ററും ഞങ്ങളോട് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു വീതികളിലൊക്കെ. പക്ഷെ ചിലയിടത്ത് ഈ പ്രൊഫഷണൽ പാട്ടുകാരുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 7:30 ഇല്ല വർഷിപ്പിൻ്റെ പരിപാടി കഴിയുമ്പോൾ ഇവരങ്ങ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ കറങ്ങിയൊക്കെ തിരിഞ്ഞിങ്ങനെ വന്നിട്ട് 8:45 തിരിച്ചു വരത്തുള്ളൂ. ഈ അവസാനത്തെ പാട്ട്. കാരണം അത്രയും ഡ്യൂട്ടി ഇവർക്കുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തൊരു കൺവെൻഷൻ നടന്നേ. കൺവെൻഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എനിക്ക് പാടാൻ അറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഈ സന്തോഷം കൊണ്ട് അങ്ങ് പാടുന്നതാണ്. പാടാൻ അറിഞ്ഞിട്ടല്ല, സന്തോഷം കൊണ്ട് പാടുന്നതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഒരു പാട്ട് പാടി, ഇപ്പോൾ പ്രസംഗത്തിനിടെ ഒരു പാട്ട്, അതിങ്ങനെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ട് കിടന്നപ്പോൾ താഴെ ഒരു പുള്ളി എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പണി ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ഞാനത് പറഞ്ഞത്. എന്നാലും ഈ പാട്ട് ഈ പ്രസംഗിച്ച് വരുന്ന സമയത്ത് ഒരു ആവേശം വന്നങ്ങ് പാടുമ്പോഴും നമ്മുടെ ഒരു സമാധാനം ഇവർ സ്റ്റേജിലുണ്ടല്ലോ എന്നുള്ളതാണ്. അവരൊന്നങ്ങ് ഏറ്റെടുത്തോളൂ. അപ്പോൾ ആ സന്തോഷത്തിൽ ആ ധൈര്യത്തിലാണ് നമ്മൾ പാടുന്നത്. പക്ഷേ ഈ റാന്നി പാടാൻ വന്ന സഹോദരന്മാർ ഇച്ചിരി പ്രൊഫഷണൽസ് കൂടിയവരായിരുന്നു. ഇവർ 7:30 പോയ കഥ ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ പുറമോട്ട് നോക്കിയതുമില്ല, ഞാനിങ്ങനെ മുമ്പോട്ട് നോക്കി പ്രസംഗിക്കുക. അപ്പം ഈ റോമാലേഖനം 8-ാമത്തെ ആസ്പദമാക്കി യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊന്ന് പാടാൻ തുടങ്ങി. മരണത്താൽ മാറുന്ന അതിപരും പിമ്പെ പോയവർ ലജ്ജിക്കുമ്പോൾ നാമവൻ നാമത്തിൽ ജയ് വിളിക്കും, ഒരു പഴയ പാട്ട്. ഞാൻ നോക്കിയപ്പോൾ 2 ലൈൻ കഴിഞ്ഞിട്ടും പുറേന്ന് പാട്ട് വരുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാട്ടുകാരില്ല, അവർ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് താളമെങ്കിലും പിടിച്ചു തരുമെന്ന് വെച്ച് കീബോർഡിസ്റ്റിനെ നോക്കിയപ്പോൾ പുള്ളിയും കൂടെ പോയി ചായ കുടിക്കാൻ. പക്ഷേ ഒരു സംഭവം നടന്നു കേട്ടോ. ഞാനപ്പം ഈ പാടി തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണു, പിന്നെ നീന്തിയല്ലേ പറ്റത്തുള്ളൂ. ഉള്ളതുപോലെ പാടി നിർത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒരു സംഭവം നടന്നു. പുറകിലൊരു പ്രായമുള്ള ഒരു അപ്പച്ചൻ, റാന്നിക്കാരനാണ്, എഴുന്നേറ്റ് നിന്നിട്ട് ചാടുകയാണ്. അത് പ്രായമുള്ളവരുടെ ചാട്ടമല്ല, നമ്മുടെ കൊച്ചൻ ചാടുന്നോണ്ടിരിക്കും, ഇങ്ങനെ ജമ്പ് ചെയ്യാണ്. അപ്പോൾ എതിർവശത്ത് മരുമോൾ ട്രിപ്പുണ്ട്. പിള്ളേർ 2 പേരെയും പറഞ്ഞുകൊണ്ട് അപ്പച്ചനെ പോയി പിടിക്കാൻ. അപ്പച്ചനെ പോയി പിടിച്ചിട്ട് പിള്ളേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അപ്പച്ചൻ ചാടുകയാണ്. കാര്യം മരുമോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാഷയെ അപ്പച്ചൻ ഇല്ലാത്ത രോഗമൊന്നുമില്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്, വീണ് കിടന്നാലും നോക്കേണ്ടത് ഞാൻ. അതുകൊണ്ടാണ് കൊച്ചുങ്ങളെ പറഞ്ഞു. പക്ഷേ കൊച്ചുങ്ങളെ ഒന്നും അപ്പച്ചൻ മൈൻഡ് ചെയ്തില്ല. കൊച്ചുങ്ങളൊക്കെ തൂത്തെറിഞ്ഞിട്ടാണ് ചാടിയത്. അപ്പം പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഓടി ഇങ്ങോട്ട് വന്ന് എന്നെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ ചാടിപ്പോയതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പച്ച, അത് കുറച്ച് പേരെ ഉറങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പച്ചൻ ചാടിയതോടുകൂടി എല്ലാവരുടെയും ഉറക്കവും പോയി. അപ്പോൾ അപ്പച്ചനോട് പറയാണ്, ചാടിയതല്ല പൊന്നുമോനെ, ചാടിപ്പോയതാണ്. 22-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും സ്വീകരിച്ച മനുഷ്യനാണ് ഞാൻ. ഇന്നെനിക്ക് 87 വയസ്സ്. കഴിഞ്ഞ 65 വർഷം ഈ യേശുവിൻ്റെ പുറകെ ഞാൻ യാത്ര ചെയ്തവനാണ്. എന്നോടൊപ്പം തന്നെ പലയിടത്തും കയറിയിറങ്ങിയവർ, എന്നോടൊപ്പം സ്കൂളിലിരുന്ന് പഠിച്ചവരൊക്കെ ജീവനില്ലാത്തതിൻ്റെ പുറകെ ഇന്നും പോകുമ്പോൾ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ജീവനുള്ളൊരു ദൈവത്തെ സേവിക്കാൻ, കല്ലറയെ തകർത്ത് പാതാളത്തെ തകർത്ത് മരണത്തെ ജയിച്ച ഒരു നേതാവ് എനിക്കുള്ളതെന്ന് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനാ കുഞ്ഞെ ചാടാതിരിക്കുന്നേ?
ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കൈയടിക്കേണ്ടത്, സ്തോത്രം പറയേണ്ടത് മരിച്ച ദൈവത്തെ ഓർത്തല്ല, മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഇരിക്കുമ്പോഴും ആ ബോധ്യത്തോടെ വേണം ഇരിക്കാൻ. കാര്യം രക്ഷിക്കപ്പെട്ടു, സത്യമാ. പക്ഷെ അകത്തു വരുമ്പോൾ ഇവിടെ ജീവനുള്ള ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ തലമേ മാറും, നമ്മൾ അധികാരമുള്ളവരായിട്ട് മാറും. അത് യേശു പറഞ്ഞു, ലോകം എന്നെ എന്തെന്ന് പറയുന്നു. അവർ പറഞ്ഞു, ചിലർ പറയുന്നു യെരമ്യാ പ്രവാചകൻ, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു ഏലിയാവ്. കർത്താവ് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, നാട്ടുകാർ പറയുന്നില്ല, നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നേ. കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാനൊന്നും പറയാറില്ല. പണസഞ്ചിയായിട്ട് നടക്കുന്ന യൂദ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ പത്രോസ് നാട് മുമ്പോട്ട് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം അങ്ങ് ആരാന്ന്. അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് പറഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരും അവനോടൊന്നും പറയരുത്, അവൻ്റെ എടുത്തുചാട്ടമല്ലത്, അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതല്ല, ഇത് വെളിപ്പാടാ, ഇത് കിട്ടിയെങ്കിൽ ഇവൻ ഭാഗ്യവാനാ. എന്നിട്ട് പറഞ്ഞു, നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടും, നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്നറിയോ? കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ ഈ അധികാരം കൊടുത്തില്ല, യൂദയ്ക്ക് ഈ അധികാരം കൊടുത്തില്ല, അന്ത്രയോസിന് കൊടുത്തില്ല, പത്രോസിന് കൊടുത്തെങ്കിൽ ഈ വെളിപ്പാട് അകത്തു കയറിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, ഈ എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നുള്ള വെളിപ്പാട് താണ്ട് ഈ കുഞ്ഞിൻ്റെ അകത്ത് കയറിയാൽ ഇവൻ തൊട്ടാൽ സൗഖ്യം വ്യാപരിച്ചിരിക്കും, ഇവൻ പറഞ്ഞാൽ സംഭവിച്ചിരിക്കും, ഇവൻ കൽപ്പിച്ചാൽ നടന്നിരിക്കും. കാര്യം അത് അവൻ്റെ കൈക്കരുത്തല്ല, അവൻ്റെ അകത്ത് വെളിപ്പെട്ട ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ചുള്ള അപാരമായ വെളിപ്പാടാ. ഓ ജീസസ്, 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 ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കൺവെൻഷൻ പ്രസംഗിക്കുമ്പോഴും ഇത് കേവലം ഒരു പ്രസംഗമല്ല, ഇതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, ഇതിനകത്ത് അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. കാര്യം ഞങ്ങളുടെ കരുത്തല്ലത്, ഞങ്ങളുടെ വലിപ്പമല്ല, മറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ. അത് ഈ റാന്നിയുടെ നഗരമധ്യത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു വന്നത്. എത്ര വലിയ രോഗത്തിന്റെ കെട്ടടിക്കാനും ഈ ദൈവപുത്രന് കരുത്തുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവര്, നാവ് തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. നിങ്ങളുടെ അകത്തേക്ക് ഈ ദൂത് കിട്ടിയെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും മനസ്സിലാകാൻ ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ, മനസ്സിലാകാൻ വേണ്ടിയ സമയമില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാതെ. ഈ അടൂര് ബൈപ്പാസ് കഴിഞ്ഞിട്ട് നമ്മൾ പന്തളത്തോട്ട് വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ വർഷവും ഒരു കൺവെൻഷൻ നടക്കാറുണ്ട്. എനിക്കൊന്ന് യുണൈറ്റഡ് പെൻഡക്കോസ് അങ്ങനെ എന്തോ, അങ്ങനെ പേരങ്ങനെയാണ്. അപ്പം ഈ കൺവെൻഷൻ കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു. പക്ഷെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൈക്ക് അധ്യക്ഷൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു സഹോദരൻ ഓടിക്കതച്ച് വരുന്ന പോലെ സ്പീഡ് വരികയാണ്. നേരെ സ്റ്റേജിലേക്ക് വന്ന് കയറി. എനിക്കൊരു വല്ലായ്മ തോന്നി, ഒരു അസ്വാഭാവികത തോന്നി. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു മുരളി എന്നാണ്, സ്ഥലം കുളനടയാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയതാ. കേട്ട റിപ്പോർട്ട് നെഗറ്റീവാണ്. ആ റിപ്പോർട്ട് കേട്ട് തകർന്ന മനുഷ്യൻ വരുന്നത്. ബൈബിളിനെ കുറിച്ച് അറിയില്ല, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, ആരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം അകത്തോട്ടങ്ങ് കയറി. വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന സഹോദരനോട് പറഞ്ഞു, സൈഡിലോട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. പിന്നൊരു 40 മിനിറ്റ് നിന്ന് അവിടെ പ്രസംഗം കേട്ടു. കഴിഞ്ഞിട്ട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല, കാല് നിലത്തുറപ്പിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, അതുപോലെ അതിവേദനയാണ്. അപ്പം ഇദ്ദേഹത്തിന് ദൈവാത്മാവ് ഒരു കാഴ്ചപ്പാട് കൊടുത്തത് കൊണ്ടാകാം 2 കൈയും കാലിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വേദി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലേന്ന് എന്തോ ഭാരം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. കാറിനകത്ത് തന്നെ കാല് ചവിട്ടി നോക്കിയപ്പോൾ പ്രശ്നമില്ല. ആ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു കാറിൻ്റെ ഡോർ തുറക്കാൻ. കാറിൻ്റെ ഡോർ തുറന്നു, കാലെടുത്ത് പുറത്തോട്ട് ചവിട്ടി, പ്രശ്നമില്ല. രണ്ടാമത്തെ കാല് ചവിട്ടി, പ്രശ്നമില്ല. 3-4 ചുവട് വെച്ചു. നാട്ടത്തിഞ്ഞ് കയറിപ്പോരുന്നു. ഒരു 100 മീറ്റർ ഉണ്ട്. നാട്ടത്തിഞ്ഞ് കയറി വന്നു.
പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാത്ത ആൾ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ അറിയാത്ത ആൾ, ഒരു മുരളി, ആ മീറ്റിംഗ് സൗഖ്യമായത് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ മാറ്റുകൊണ്ടല്ല, വെളിപ്പെടുത്തിയ ദൈവപുത്രനെക്കുറിച്ചുള്ള അപാരമായ വെളിപ്പാടാണ്. അതിന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ, ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയാണ്, ഭവനങ്ങൾക്കകത്തിരുന്ന് ഡോക്ടർമാരെ എഴുതി തള്ളിയ വിഷയമായിരിക്കാം. പക്ഷേ ആർക്കും വിടുവിക്കാൻ കഴിയാത്തവനെയും വിടുവിക്കാൻ ദൈവപുത്രന് കഴിയും. കാരണം അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്, അവൻ്റെ പേര് വീരനാം ദൈവമെന്നാണ്, അവൻ്റെ പേര് സമാധാന പ്രഭു എന്നാണ്. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ സമാപന രാത്രി ദേശത്തോട് അഭിമാനത്തോടെ ശക്തിയോടെ വിളിച്ചു പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ നീ പലയിടത്തും പോയി പരാജയപ്പെട്ടതല്ലേ? ഇന്ന് രാത്രി ഈ സന്ദേശം നിന്റെ ഹൃദയത്തിനകത്ത് വരുന്നെങ്കിൽ കയറിവാകത്ത് സ്വർഗം നിന്നെ വിടുവിക്കും. കാര്യം, ഞങ്ങൾ പ്രസംഗിക്കുന്നത് സാധാരണക്കാരനെ അല്ല, ലോകത്തിൽ ഏക സത്യ ദൈവമെന്ന അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞ ദൈവപുത്രനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത് എന്തുകൊണ്ടാണ്? ഇത് പറയാതെ നിർത്താൻ പറ്റില്ല എത്ര സമയം പോയാലും. യേശു മാത്രമേ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. തിരിച്ചു വരാമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് യേശുവാ. ഒരു പഴയ പാട്ടുണ്ട്, പോയ പോലെ ഇനിയും വരുമെന്നു ചൊന്ന് ലോകം വെടിഞ്ഞ നേതാ, യേശു താനാരുമില്ലിതുപോലെ, വേഗം ഞാൻ ഇനിയും വരുമെന്ന് ചൊന്ന് ലോകം വെടിഞ്ഞ നേതാ, യേശു താനാരുമില്ലിതുപോലെ, അമ്മേ നിത്യത മുഴുവൻ നിലനിൽക്കും, നിത്യത മുഴുവൻ പ്രതിഫലം താൻ തരും നിർണയമാ, അതിനായി താൻ വരും അതിവേഗം, അമ്മേൻ അതിനായി താൻ വരും അതിവേഗം. ഓ യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ലേശവും കലങ്ങേണ്ട, അവൻ ദാസരായി വസിച്ചിട, സകലത്തിലാകും അധിപനും അവന, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോ, അമ്മേ സകലത്തിലാകും അധിപനും അവന, ഉലകത്തെ നിർമ്മിച്ചോനും. കരങ്ങളടിച്ചത് പാടാം. ആകാശവല ഓ താണുവന്നുലകത്തിൽ കുരിശേറിയ, താണുവന്നുലകത്തിൽ കുരിശേറി, അമ്മേ മാനവർക്കായി മരിച്ചുയർത്തേകി, ദാനമായി രക്ഷ നരർക്കായി, അമ്മേ ദാനമായി രക്ഷ നരർക്കായി. ഓ യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചിടാം. യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചിടാം. ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ കുറിച്ച് ഞാനൊന്ന് പറയാൻ പോകുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ നല്ല ഹല്ലേലൂയ പറഞ്ഞേക്കണം. നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു, നല്ല സ്വതന്ത്രം എന്ന് പറഞ്ഞേ, നമുക്ക് വേണ്ടി നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച അരുമനാഥൻ, നമുക്ക് വേണ്ടി കാൽവറി മരിച്ച നാഥൻ, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അരുമനാഥൻ, നമുക്ക് വേണ്ടി ഇന്നും സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അരുമനാഥൻ. അതേ കർത്താവിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയുമ്പോൾ സന്തോഷത്തോടെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കണം. അതേ നേതാവ് അധികം താമസമിന തൻ്റെ പ്രിയരെ ചേർക്കാൻ, തൻ്റെ സ്വന്തം ജനത്തെ ചേർക്കാൻ വരാനുള്ള സമയമായി. ആ പ്രത്യാശ അകത്തുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ദൈവദാസന്മാരിൽ ഏറ്റവും ജൂനിയറാണ് ഞാൻ. ഈ ദൈവദാസന്മാരോടെല്ലാം ചോദിച്ചാൽ മതി, അവർ പ്രസംഗിച്ചത് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്.
പണ്ട് മുളക്കുഴി ആയാലും കുമ്മനാടായാലും പുനലൂരായാലും എവിടെയായാലും പ്രസംഗം മുഴുവൻ കർത്താവിൻ്റെ വരവായിരുന്നു. അത് വേറൊരു പ്രശ്നമുണ്ട്. കർത്താവിൻ്റെ വരവ് ഇന്നില്ലയോ വർഷം ഉണ്ടെന്ന്, ഇന്ന് മൊത്തം ബോംബ് പൊട്ടുന്ന കഥയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വല്ല ഗുണമുണ്ടോ? പക്ഷെ കർത്താവിൻ്റെ വരവല്ല പ്രമേയം. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുക്കപ്പെടണം, എന്നാലേ പോവൂ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മീറ്റിംഗ് വളരെ തീവ്ര സുവിശേഷീകരണ യജ്ഞമാണ് ഇത്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ സമയമില്ല. ഇന്ന് നാളെ നോ നോ നോ. ഇന്നാണ് സുപ്രസാദ കാലം, ഇന്നാ രക്ഷാ ദിവസം. നാളെ ഒരു സമയമില്ലെന്നേ. ഇന്നൊരു പക്ഷേ ഇന്ന് മരിച്ചാൽ എന്നാ ചെയ്യും? എൻ്റെ കർത്താവ് വരും എന്നുള്ളത് പൊട്ടക്കഥയല്ലെന്ന് ഇന്ന് വിവരമുള്ളവർക്കെല്ലാം അറിയാം. കാര്യം ലോക സംഭവങ്ങൾ മുഴുവൻ വരച്ചു കാട്ടുന്നത് ഈ ബൈബിള് പറയുന്ന പോലെ ചരിത്രം തിരിയുന്നതെന്നാണ്. അപ്പം കർത്താവ് കാത്തിരിക്കുന്നത് മുഴുവനും, കർത്താവ് വരുന്നത് മുഴുവൻ കാത്ത് ഇരിക്കുന്നവർന്നുമല്ല, കാത്ത് നിൽക്കുന്നവർ എന്നാണ്. അങ്ങനെ വാക്യം പൗലോസ് അങ്ങനെ പറയുന്നത് എബ്രായ ലേഖനത്തിൽ, കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, നോക്കിയിരിക്കുന്നവർക്കായി. സ്വോത്രം എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനിലൊക്കെ എറണാകുളത്ത് ഈ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ എണ്ണം റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന കാണാം. ചെന്ന് തട്ടിയിട്ട് ചോദിക്കുക, പോകണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തി, എൻ്റെ വണ്ടി ഇപ്പോഴൊന്നും, അതുകൊണ്ടാണ് പുള്ളി കിടക്കുന്നേ. പിന്നെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ബെഞ്ചിൽ. പുള്ളി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും വണ്ടി വരുമെന്നറിയാം, പക്ഷേ എന്തായാലും അനൗൺസ്മെൻ്റ് ഒന്നും മുടങ്ങിയിട്ടില്ല, ഇച്ചിരി കൂടെ സമയമൊക്കെ ഉണ്ട്. പക്ഷേ പൗലോസ് പറഞ്ഞത് കാത്ത് കിടക്കുന്നവർന്നുമല്ല, കാത്ത് നിൽക്കുന്നവർന്നാണ്. അതിൻ്റെ അർത്ഥം ആ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാൽ അറിയാം. കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലഗേജ് കൊടുത്തോണ്ട് ഇങ്ങനെ നോക്കി ഓടിക്കുന്നുണ്ടോ. എൻ്റെ കാര്യം എന്നറിയാം, അനൗൺസ്മെൻറ്റ് മുടങ്ങി. അവനറിയാം മിനിറ്റുകൾക്കുള്ളിൽ വരേണ്ട വണ്ടി വരും. നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കിപ്പോൾ സമീപമായി. ഇനി അധികകാലമില്ല, വരാനുള്ളവൻ വരും. ഇന്ന് രാത്രി അത് ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുക. ഇതാണ് പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും പ്രസംഗിക്കപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പ്രസംഗിക്കപ്പെടുന്നില്ലെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല. കർത്താവ് നല്ല സെക്കുലർ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് പറയിക്കാം. ഞാൻ കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് ഞാൻ കണ്ടു, പല പ്രാവശ്യം ഞാൻ കണ്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ABC മലയാള ന്യൂസ് ചാനൽ, അത് ഹൈന്ദവരുടെ ചാനലാണ്, തീവ്ര ഹിന്ദു നിലപാടുള്ളൊരു ചാനലാണ്. രണ്ട് സഹോദരന്മാരുണ്ട്, അവരാണ് ചർച്ച കൊഴിപ്പിക്കുന്നത്. വാടയാർ സുനിലും ഒരു രാമേന്ദ്രൻ സാറും. ഇവരാണ് ചർച്ചയാണ്. അപ്പം സുനിൽ ഇപ്പോൾ പറയുന്നതെന്നറിയോ, ഞാൻ ബൈബിൾ വിശ്വാസിയായി. കാര്യം എൻ്റെ നാട്ടിലെ ക്രിസ്ത്യാനികളെല്ലാം പറയുമായിരുന്നു ബൈബിൾ പറയുന്ന പോലെയാണ് ചരിത്രം തിരിയുന്നതെന്ന്. പഠിച്ചു തുടങ്ങിയപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധം കൂടെ വന്നപ്പം പുള്ളി പഠിക്കാൻ തുടങ്ങി മനസ്സിലായി. ഒരു സംശയവും ഇല്ല, കറക്റ്റ് അദ്ദേഹം പറയുന്നതാ ചാനലിൽ. നിങ്ങൾ സംശയം എടുത്ത് നോക്കിയാൽ മതി. ബൈബിൾ പറയുന്ന പോലാണ് സുനിൽ പറയുന്നു. സാറേ ചരിത്രം തിരിയുന്നേ. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഇപ്പം ഞാൻ വായിച്ചിട്ട് ഇപ്പം ഞാൻ പറയാൻ നാളെ ഇത് നടക്കുന്നതെന്ന്. കാര്യം എൻ്റെ വാക്കല്ല, ബൈബിൾ പറയുന്നതിനനുസരിച്ചാണ് കാര്യം ചലിക്കുന്നത്. നല്ലൊരു സ്വോത്രം പറയാമോ? പക്ഷെ അതിനിടയിൽ ഈ രാമേന്ദ്ര സാറൊരു അപാര ചോദ്യം ചോദിച്ചു. സുനിൽ പറയുന്നല്ലോ ഈ ബൈബിൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കാരണം ഇവരുടെ നേതാവ് വരുമെന്ന്. അത് സുനിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സുനിൽ ആ പറഞ്ഞങ്ങോട്ട് മുഴുമിക്കുന്നതിന് മുമ്പ് രാമേന്ദ്ര സാറിനോട് പറയാം, അതെന്നാ പറഞ്ഞില്ല സാറേ പറഞ്ഞേ, ഈ നടന്നതെല്ലാം അങ്ങനെ നടന്നതെങ്കിൽ അത് മാത്രം നടക്കാതിരിക്കുമോ? ഉറപ്പ് നടക്കും. എന്നിട്ട് അടുത്ത വാചകം പുള്ളി പറഞ്ഞത് ഞാൻ അന്ന് രാത്രി മൊത്തം ചെയ്തു, രാത്രി എനിക്ക് ഉത്തരം കിട്ടിയത്. കാര്യം പുള്ളി പറഞ്ഞു, അതുകൊണ്ടാണ് രാമേന്ദ്ര സാറേ ഇവരുടെ പള്ളികളിൽ അച്ഛന്മാരും ഉപദേശിമാരും എല്ലാം നീ ശരിയാകണമെന്ന് പറഞ്ഞത് ഇവരുടെ ബൈബിൾ വിശ്വാസം അനുസരിച്ച് ശരിയല്ലെങ്കിൽ പോകത്തില്ലെന്ന്. അപ്പം ഞാൻ അന്നേരം ചിന്തിക്കുകയാണ്, സുനിൽ എന്തിനാ ഇത് പറഞ്ഞത്? അന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു, നീ പറയാത്തോണ്ടാണ്. നമ്മളിവിടെ വന്ന് കാറേ വരുന്ന കാര്യവും ബൈക്കിൽ പോകുന്ന കാര്യവും ഹെലികോപ്റ്ററിൽ പറപ്പിക്കുന്ന കാര്യം പറഞ്ഞ് ഈ മാനസാന്തരം പ്രസംഗിക്കാത്തത് കൊണ്ട് ദൈവത്തിന് ഇവിടെ ക്രിസ്ത്യാനിയെ വേണമെന്നില്ല പറയാൻ, ഉപദേശിയെ വേണമെന്നില്ല. ബിലയാം തോറ്റാൽ കഴുതയും കൊണ്ട് പറയിക്കും. പറയേണ്ട പ്രവാചകന്മാർ പരാജയപ്പെട്ടാൽ പ്രവാചകനല്ലാത്ത, പ്രവാചക ശിഷ്യനല്ലാത്ത കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ട് നടന്ന ആമോസിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും. പ്രവാചകന്മാർ പരാജയപ്പെട്ടാൽ പുരോഹിതന്റെ മോനായി സംസാരിക്കാൻ പോലും എനിക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞ് ഇരമ്യാവിനെ കൊണ്ട് നിർത്തിയിട്ട് പറയും, ചിലതിനെ നീ പൊളിക്കണം, പണിയണം, കെട്ടണം, അഴിച്ചുവിടണം. അത് ദൈവത്തിന് ഇവിടെ ഇന്നാളെ വേണമെന്നൊന്നും ഇല്ല. അതുകൊണ്ട് സുനിൽ പറഞ്ഞ വാചകം ഉപദേശിയായ ഞാനും വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പോയില്ല. പിന്നെ ഞങ്ങളൊക്കെ ചർച്ചിൻ്റെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മണ്ണിട്ടിട്ട് പറയും, അച്ഛാ എഴുന്നേറ്റ് വരുമെന്ന്. അതൊന്നും സന്തോഷിക്കൊന്നും വേണ്ട. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിൽ ജീവിച്ചവൻ കർത്താവ് വരുമ്പം പോവും. അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ വലിച്ചെറിഞ്ഞാലും മുകളിലോട്ട് പൊങ്ങില്ല. കർത്താവ് വരാൻ കാലമായി. പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായും ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയം കഴിഞ്ഞു, എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്.
ഈ ഒരു നല്ല നേതാവിനെ സേവിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ എനിക്കൊന്ന് ആസ്വദിക്കണം. എനിക്ക് ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് അറിയണം. എനിക്ക് കർത്താവിൻ്റെ സ്പർശനം ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം. ഈ നല്ല നേതാവിനെ എനിക്കൊന്ന് ആസ്വദിക്കണം. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ, അങ്ങനെയുള്ളവർ മാത്രം മതി. അതൊന്നും ഒരാളായാലും കുഴപ്പമില്ല, രണ്ടുപേരായാലും കുഴപ്പമില്ല. ദൈവാത്മാവിൻ്റെ നിയോഗം ഉണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച് വന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ബാക്കിയുള്ള ദൈവദാസന്മാരും കൂടെ എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കൺവെൻഷൻ്റെ സമാപന രാത്രിയല്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നാവ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നാവ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ നേതാവിൻ്റെ സാന്നിധ്യം, ഇത്ര നല്ലൊരു നേതാവിനെ നമുക്ക് സേവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. നാവ് തുറന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് അധരം തുറന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പന്തലിനകത്ത് മാത്രമല്ല, ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ദൈവാത്മാവിന് വലിയ ചലനങ്ങൾ സംഭവിക്കുകയാണ്. ഇത് ആത്മാവിൽ കാണുന്നവർ എങ്ങനെയാണ് പ്രതികരിക്കാൻ ദൈവാത്മാവ് നിയോഗം തരുന്നത് അതുപോലെ പ്രതികരിച്ചോ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ ഇന്ന് രാത്രി സ്വർഗം ചെയ്യുകയാണ്. തലമുറകളിലൊരു വിടുതൽ കർത്താവ് ചെയ്യുകയാണ്. ആത്മനിറവിൽ അല്പസമയം ആരാധിക്കാൻ കൃപ ലഭിച്ചവർ നാവ് തുറന്ന് ഈ പാട്ടുപാടി ആരാധിക്കുന്നതിന് മുമ്പ് തന്നെ നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുമ്പോൾ അന്യഭാഷയിൽ ആരാധിക്കുക. ഇന്ന് ഈ വചനം ഇവിടെ മുഴങ്ങി കേൾക്കുന്ന സമയത്തിന് ചില ഭവനങ്ങൾക്കകത്ത് വലിയ വിടുതലുകൾ സ്വർഗം ഇന്ന് രാത്രി അയക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ശത്രു കെട്ടിയ കെട്ടുകൾ അഴിച്ച് കർത്താവ് ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ്. ആത്മനിയോഗത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് സ്നേഹിത, നീ രോഗമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ഇന്ന് രാത്രി ആ രോഗമിടുന്ന ശരീരത്തോട് ആ ശരീരത്തിലേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള ആ ശക്തിയേറിയ വെളിപ്പാട് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുക. ആൻറ്റി, ആ ശരീരത്തിനകത്തേക്ക് ദൈവിക സൗഖ്യത്തിന്റെ കരം സ്വർഗം ഇന്ന് രാത്രി അയക്കുക. ആ കെട്ടിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിക്കുക. തലമുറകളുടെ മേൽ ശത്രു വെച്ച നുകത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയുകയാണ്. ഈ ദേശത്തിന് മേൽ വലിയൊരു ദൈവ പ്രവൃത്തി സംഭവിക്കത്തക്ക രീതിയിൽ ആത്മാവിന്റെ ചലനം സംഭവിക്കുന്നു. ആത്മാവിൽ പ്രതികരിക്കാൻ കൃപ ലഭിച്ചവർ നാവ് തുറന്ന് പ്രതികരിക്കേണ്ട അല്പസമയം. എന്റെ കരത്തിന് കരുത്തില്ല, പക്ഷെ അദൃശ്യമായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചിലരുടെ മേൽ കർത്താവ് അയക്കുക. ആ കരം, കർത്താവിന്റെ കരം ചിലരുടെ മേൽ വെക്കുക ഇന്ന് രാത്രി. ആത്മീയ ആരാധന മുമ്പിൽ തകരാത്ത ബന്ധനങ്ങളില്ല, ഉടയാത്ത കെട്ടുകളില്ല. യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്, അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്ന, അത്ഭുത ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്ന ആത്മാവിൽ കാണുന്നു. കർത്താവേ, തൊട്ടതിനാണ് നന്ദി അപ്പാ. നമുക്ക് ഒരുമിച്ചൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് കഴിവതും അത്യാവശ്യമുള്ളവർ പുറത്തു പോകാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിൽക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യവും ദൈവകൃപയും ഇന്ന് രാത്രി അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞങ്ങളുടെ കരത്തിന് ശക്തിയില്ല, പക്ഷെ അദൃശ്യമായ ദൈവത്തിന്റെ കരം ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിമേ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും. വിശ്വാസത്തോടെ കരമടിച്ച് ഒരുമിച്ച് ആത്മനാഥനെ നമുക്ക് ആരാധിക്കാം. യേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ഓ യേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. പാപവാരികാരാത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ഓ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ഓ യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ഓ യേശുനാമം അതിശയനാമം.
അതിശയനാമം ഏഴയനിക്കുമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമോ. എല്ലാ നാമത്തിലും മേലായ നാമോ ഭക്തജനം വാഴ്ത്തും നാമോ. അന്യനെന്ന വേലൂമായി വന്ധ്യനാമോ. അവൻ അന്യനെന്ന വേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമോ. അവൻ ശ്രീയേശുനാമോ അതിശയനാമോ ഏഴേനിക്കുമ്പനാമോ. ശ്രീയേശുനാമോ അതിശയനാമോ ഏഴേനിക്കുമ്പനാമം. ഭൂതവാദികൾക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമോ. ഭൂതവാദികൾക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമോ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമോ. അവേ കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നാമോ അതിശയനാമോ ഏഴയനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമം. നീതിയോടെ രാജ്യം ഭാരതന്മാർ ഭൂമി വേഗം വരുന്ന നാമോ. നീതിയോടെ രാജ്യം ഭാരതന്മാർ ഭൂമി വേഗം വരുന്ന നാമോ. നാടുവഴികളെ സിദ്ധരുമായി ആസനത്തിൽ വാഴും നാമോ. ഓ നാടുവഴികളെ സിദ്ധരുമായി ആസനത്തിൽ വാഴും നാമോ. യേശുനാമോ അതിശയനാമോ ഏഴയനിക്കുമ്പനാമോ. ഓ ദിവാനേരെ ജീവന വൈദവരം കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കഴിഞ്ഞ 2 രാത്രിയും ഈ ഡിസംബർ 30 ഈ രാത്രിയും മുഴങ്ങിക്കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഉയർന്നത്. രക്ഷാനാമമാണ് ഉയർന്നത്. വിടുതലിൻ്റെ നാമമാണ് ഉയർന്നത്.
ചില ജീവിതങ്ങളെ ഈ ദേശത്ത് നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിക്കേണ്ടതിന്, ദൈവസഭയുടെ ഭാഗമാക്കി ദൈവം പണിയേണ്ടതിന്, ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല നിരളി ചെയ്തവൻ വാക്തത്വം ഈ ദേശത്ത് നിവർത്തിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയം തിരുസന്നിധിയിലേക്ക് സന്തോഷത്തോടെ അവിടുത്തെ പുത്രനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാ. കഴിഞ്ഞ 3 രാത്രികളും ഇവിടെ ഉയർന്നു കേട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ 2025 അവസാന ദിവസങ്ങളാ. കേവലം ഒരു ദിവസം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു വർഷം. ഞങ്ങൾ ഇന്ന് രാത്രിയും വചനം കേട്ടതുപോലെ യുദ്ധങ്ങള്, കെടുതികള്, പ്രകൃതിക്ഷോഭങ്ങള്, ഭൂകമ്പങ്ങള്, പകർച്ചവ്യാധികള്, അപകടങ്ങള്, അനർത്ഥങ്ങള്. തിരുവചനം എന്തു പറയുന്നുവോ, അങ്ങയുടെ വരവിന്റെ ലക്ഷണങ്ങൾ എന്ത് വചനം ഞങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കുന്നുവോ, അവ അക്കമിട്ട് ഓരോന്നായി ഞങ്ങളുടെ കൺമുമ്പിൽ സംഭവിക്കുമ്പോൾ കർത്താവേ, ഭയത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ ആ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ, അഭാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിപ്പാൻ കർത്താവ് നൽകുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. നന്ദി യേശുവേ, നന്ദി. ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുകയാ. ഈ വചനം കേട്ടതായ എല്ലാ വ്യക്തികളെയും എല്ലാ ജീവിതങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. അതേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനായ, രക്ഷാനായകനായ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്ന, ഞങ്ങളെ അറിയുന്ന, ഞങ്ങൾക്ക് സമാധാനം നൽകിയ, അതിലുപരി തന്റെ ജനത്തെ, തന്റെ സഭയെ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുന്ന കർത്താവിനെ ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ കർത്താവേ. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. ദൈവദാസന്മാർ, ദൈവമക്കളാകും ഞങ്ങൾ ഒന്നുചേർന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വചനം ക്രിയ ചെയ്യണമേ. ഇന്ന് ഉയർന്നു കേട്ടതുപോലെ ആത്മീയമായ ഒരു വെളിപ്പാട്, ആ വചനത്തിന്റെ വെളിപ്പാട്, സ്വർഗീയമായ വെളിപ്പാട് ആ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ഭാരങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങളുള്ള, പാവങ്ങളാൽ നിറയപ്പെട്ട, കുടുംബ പ്രശ്നങ്ങളാൽ നിറയപ്പെട്ട, വിവിധങ്ങളായ ആവശ്യങ്ങൾ മധ്യേ ഉഴലുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആ വചനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാ. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ച പൗലോസിന്റെ, ശിലാസിന്റെ അടുക്കൽ കടന്നു വന്നതുപോലെ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ, വഴിയോരങ്ങളിൽ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ശബ്ദപരിധിയിലും കർത്താവേ, ചില ജീവിതങ്ങളോട് നീ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ചിലരെ രക്ഷിച്ചതിനായി സ്തോത്രം. ദൈവകൃപയിലേക്ക് കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന സ്നാനം അനുസരിപ്പാൻ കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും പകരുന്നതിനായി സ്തോത്രം. ചില പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്നതിനായി സ്തോത്രം. ആത്മനിറവിനാൽ ചിലരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. രോഗശാന്തി അവിടുന്ന് പകർന്നതിനായി സ്തോത്രം. വഴികളെ, തടസ്സങ്ങളെ മാറ്റി വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. ഈ 2025 ഉപരി ദൈവം കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആത്മനിറവിൽ, ആത്മീയ ഉണർവിൽ മുന്നേറുവാൻ 2026 ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്ന സുരക്ഷ ദൈവകൃത്യന്മാർ മനോഹരമായ ഗാനങ്ങൾ പാടി ആരാധനയെ ഞങ്ങളെ നിയന്ത്രിച്ച കൊയർ, പ്രാദേശിക സഭ, ഇതിന് പിന്നിൽ അധ്വാനിച്ച, ചെലവിട്ട കർത്താവേ, ദൈവവൃത്യന്മാർ, ദൈവമക്കൾ, ദൈവസഭ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. വിശേഷാൽ ജോസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദേശത്ത് ദൈവമാക്കിയിരിക്കുന്നല്ലോ. ദൈവശക്തിയോടെ ഉപയോഗിച്ചാട്ട് ഇന്ന് രാത്രി കടന്നു വന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജയത്തോടെ പറഞ്ഞു വിടുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് ആ വരവിന് വേണ്ടി ഹല്ലേലൂയ പറഞ്ഞത് ഞങ്ങൾ ഇന്ന് വചനം കേട്ടതുപോലെ ഹല്ലേലൂയ കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും വരുന്നവരെ വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, പ്രത്യാശയോടെ
വചനപ്രകാരം കാത്തുനിന്ന് ആ കാഹളനാഥങ്കൽ ഹല്ലേലൂയ മരിച്ചവർ ഉയർത്താൻ ആമേൻ പിന്നീട് രൂപാന്തരം പ്രാപിക്കുമ്പോൾ അടിയങ്ങൾ രൂപാന്തരം പ്രാപിച്ച് വാനവേഗത്തിൽ അങ്ങയോടുകൂടി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ ആയിരിക്കാനിടയാകെ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ കൃപ ചെയ്യുക. ഈ ദേശത്തെ സ്നേഹിച്ചതിനായി സ്തോത്രം. വചനം ഒരിക്കൽ കൂടി ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞതിനായി സ്തോത്രം. അങ്ങനെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണം, കുടുംബമായി ദൈവം മാനിക്കണം. എവിടെയൊക്കെ അയക്കുന്നുവോ അവിടെയെല്ലാം കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാ. അവിടുന്ന് കൂടെയുള്ളതിനായി സ്തോത്രം. കർത്താവിനെ ഉയർത്തുവാൻ കൃപ പകരുന്നതിനായി നന്ദി കർത്താവേ. ഒരിക്കൽ കൂടി ഈ 2025 അവസാന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ ആത്മീയ വിരുന്നിനായി സ്തോത്രം ചെയ്യുകയാ. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഞങ്ങൾ പിരിയുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ ആ ചിറകിന്റെ മറവിൽ അങ്ങ് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. കർത്താവ് ഞങ്ങൾക്ക് ജയം തരുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വമാനവും കർത്താവിനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മളോട് ലോകത്തെമ്പാടും വിശ്വന്മാരോട് വിശേഷാൽ 3 ദിവസങ്ങളായി ഇവിടെ ഉയർന്നു കേട്ട ദൈവവചനത്തിന്റെ നിവൃത്തിയോടുകൂടെ, വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയോടുകൂടെ, അത്ഭുത അടയാളങ്ങളുടെ പ്രവൃത്തിയോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവോളം നിന്ന പോലെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവം പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദേശത്ത് വന്ന ഐശ്വര്യമായ ദൈവത്തിൻ്റെ വചനം ആമേൻ സുവിശേഷം പങ്കുവെച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ വിവിധ സഭകളിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, ദേശനിവാസികൾ, അയൽപ്പക്കത്തുള്ളവർ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകാം. പ്രൈസ്.